ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവരെയും ഞാൻ ഈ മെഗാ സിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ സാബു. കൊല്ലം ജില്ലയിൽ ചടയങ്ങളിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു അവസരമായിട്ട് കണക്ട് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ആയിട്ട് 3.5 വർഷത്തോളമായി. നിങ്ങളെപ്പോലെ തന്നെ ഒരു അഡീഷണൽ ഇൻകം മോഹിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടാൻ ദൈവം തന്ന ഒരു അവസരമാണിത്. നമുക്കെല്ലാവർക്കും ഇത് ജീവിത ചിലവുകൾ ഏറെയാണ്. വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വരുമാനം നമുക്ക് കൂട്ടിയെടുത്തേ മതിയാകൂ. 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് നമുക്കറിയാം, ഇന്ന് ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റിലും റൈറ്റിലും ആളെ ചേർക്കുന്ന ബിസിനസ്സും ബൾക്ക് പർച്ചേസിങ്ങും പ്രോഡക്റ്റ് സെയിലിങ്ങും സ്റ്റാറ്റസ് ഇടുന്നതും അങ്ങനെ നിരവധി ഓൺലൈൻ ബിസിനസ്സുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരാളുടെ 1 രൂപ പോലും നഷ്ടപ്പെടാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ഡ്രീംസ് ഉണ്ടോ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക, ലാസ്റ്റ് വരെ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് നല്ലൊരു വരുമാനം വാങ്ങുന്ന ഒരു ലീഡറുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് കൂടി ഉണ്ടായിരിക്കും. ഇതിന്റെ സാധ്യതകളെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലാസ്റ്റ് വരെ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരെല്ലാവരും വീഡിയോ ഓണാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കയ്യിൽ കിട്ടിയ ഈ ഒരു സുവർണ അവസരം എന്താണെന്നൊന്ന് മനസ്സിലാക്കി മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് കണ്ണൂർ സ്വദേശിയായ വിനോദ് സാറിനെയാണ്. സാർ 4 വർഷത്തോളമായി ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ആയിട്ട്. സാർ ഒരു പ്രവാസിയായിരുന്നു. പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നമ്മളെ പ്രവാസികളെല്ലാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സാറും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് യാതൊരു നമുക്ക് മുൻവിധിയൊന്നും തന്നെ ഇല്ല, അല്ലെ? ഒന്നി വിജയിക്കാം അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകാം. അപ്പോ ഇവിടെ ആകുമ്പോൾ ഒരു റിസ്കും ഇല്ലാതെ നമുക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഫ്രീ ആയിട്ട് നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചാണ് സാറും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ട് കണക്ട് ആയത്. ഇതിൽ വന്നു ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പോൾ സാർ ലൈഫായിട്ട് ഏറ്റെടുത്ത് വളരെ പാഷനായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ നല്ലൊരു മാസ വരുമാനം ഏൺ ചെയ്യുന്ന ഒരു പവർഫുൾ ലീഡറാണ് സാറ്. സാറിനെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, വിനോദ് സാർ, പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ഭീമ മാം. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. എന്നെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് വിനോദ് കുമാർ, കണ്ണൂരാണ് സ്വദേശം, പ്രവാസിയായിരുന്നു. ഓക്കെ, ഈ സിഇഒയിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി തന്നെ അധികം സമയം കളയാതെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. നോട്ട് പാഡ് ഒക്കെ എടുത്തിട്ട് വെക്കാൻ പറ്റുന്നവർ നോട്ട് പാഡ് എടുത്തിട്ട് വെക്കുക. എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ആയിട്ട് അതിന്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീം എന്ന് പറയുന്നത് ടീം ഓഫ് ചാമ്പ്യൻസ് ആണ്. കാരണം ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാവിധ ട്രെയിനിങ്സും അതുപോലെ തന്നെ ടൂൾസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. നമുക്ക് ഒരു പഠിക്കണമെങ്കിൽ നമുക്കൊരു കോളേജ് ഉണ്ടാവും, അല്ലെ? അതുപോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് നമുക്ക് വിന്നിംഗ് ടീം. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, സിഇഒ. നമുക്കത് എങ്ങനെയാണ് എന്ന് നോക്കാം. നെക്സ്റ്റ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരു കൺസ്യൂമറാണ്. അത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും, അല്ലെ? നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. ആ ഡ്രീംസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം നമ്മുടെ പല ആൾക്കാരുടെയും ഡ്രീംസുകളെല്ലാം ലാസ്റ്റ് നമ്മൾ എവിടെയാണ് കൊണ്ട് കുഴിച്ചു മൂടുകയാണ്, അല്ലെ? സെമിത്തേരിയിലോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു പവർഫുൾ ഡ്രീമിനെ നമ്മൾ അതിനെ ഡബിൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഡ്രീംസ് അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി മുറുകെ പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ നേടാൻ വേണ്ടി സാധിക്കും. നമുക്കിവിടെ കുറെ പിക്ചർ തന്നിട്ടുണ്ട്, അല്ലെ? ഇനഫ് മണി ഉണ്ടായാലും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ഡ്രീം വെഹിക്കിൾ ആയിരിക്കും അവരുടെ ആഗ്രഹം. ചില ആൾക്കാർക്ക് വിദേശ ടൂറുകളൊക്കെ പോകാനായിരിക്കും അവരുടെ ലൈഫിൽ ആഗ്രഹം ഉണ്ടാവുക.
ചിലപ്പോൾ നല്ലൊരു വീട് വെക്കാനായിരിക്കും, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അങ്ങനെ ഏത് ആഗ്രഹങ്ങളായിക്കോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുറുകെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഇത് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാം, ഒരു സക്സസ്ഫുൾ ലൈഫ് ഈസ് ദി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഒരുപാട് പൈസ നമ്മൾ എപ്പോഴും എന്ത് ആവശ്യത്തിനും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആ പൈസ ചെലവാക്കിക്കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ടൈം വേണം അല്ലെ. ഇന്ന് നമ്മൾക്കറിയാം, രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ജോലിക്ക് പല ജോലികൾക്കായി പോകുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടാവുന്നുണ്ടാവുക. അവര് രാത്രിയിൽ വരുന്നുണ്ടാവും. ഒരുപക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകാനോ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പൊ നമുക്ക് നല്ലൊരു ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, മണിയും ടൈമും നമുക്കുണ്ടെങ്കിൽ, നമുക്ക് പ്രോപ്പർ ഹെൽത്ത് ഇല്ലെങ്കിലോ, ഇന്ന് പല ആൾക്കാരും രാത്രിയിലൊക്കെ ചിലപ്പോൾ പാവക്ക ജ്യൂസൊക്കെ കഴിക്കുന്നുണ്ടാവുക. ഇതിന്റെ മക്കളുടെ ഒപ്പം നമ്മൾ ടൂറൊക്കെ പോന്നു കഴിഞ്ഞാൽ ഷുഗറും ഇതൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവര് ഐസ്ക്രീമും അതുപോലെ തന്നെ ഗുലാം ജാമും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ടാവും. പല ആൾക്കാരുടെ ജീവിതം അങ്ങനെയായിരിക്കും. ഇത് നമുക്ക് മൂന്നും ഒരു കുടക്കീഴിൽ കിട്ടുകയാണെങ്കിലോ, നമുക്ക് ഇനഫ് മണി വേണം, ഇനഫ് ടൈം വേണം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത്, നമുക്കത് മൂന്നും ഒരേ കുടക്കീഴിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ചോദിക്കുന്നത്. അവിടെ നമ്മുടെ ഇൻകം സോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? നമ്മുടെ ഇപ്പോഴുള്ള ഇൻകം സ്റ്റാറ്റസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അതുപോലെ തന്നെ വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നമ്മൾ അതിൽ നിന്ന് എത്രമാത്രം നമ്മുടെ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് നമ്മൾ സേവിങ്സ് ചെയ്ത് വെക്കാറുണ്ട്? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കേട്ടോ. ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കേണ്ടതാണ്, അവനോട് ചോദിക്കേണ്ട കാര്യമാണ്. ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നമ്മുടെ ജോബ് എത്രമാത്രം സെക്യൂർഡ് ആണ് എന്നുള്ളത്. കാരണം കോവിഡ് വന്ന സമയത്താണ് എന്റെ ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ നിരവധി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വരുമാനം കുറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നേർപകുതിയായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടാവും. അവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ടാണ് നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ പല രീതിയിൽ കമ്പനി ഫ്ലോപ്പായി കഴിയുന്ന സമയത്ത് ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ടാവും. അങ്ങനെ നിരവധി റീസൺ കൊണ്ട് നമുക്ക് ജോബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നമ്മുടെ ഇൻകം ആ സമയത്ത് നമ്മൾ ഒരു ജോലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് എന്താണ് ഉണ്ടായത്? എന്റെ ഇൻകം എന്ന് പറയുന്നത് എന്റെ സാലറി എന്ന് പറഞ്ഞാൽ സീറോ ആയി മാറി. അപ്പോൾ അങ്ങനെ സീറോ ആയി കഴിയുന്ന സമയത്ത്, ഇൻകം സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ളത്? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഫാമിലിയുമായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പോകാൻ നമുക്ക് ഇനഫ് ആയിട്ടുള്ള ടൈം ഉണ്ടോ എന്നുള്ളത്, ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അതിനൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി മുന്നോട്ട് പോകുന്ന സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവുക. അടുത്തത് ടൈപ്സ് ഓഫ് ഇൻകം. ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്, അദ്ദേഹം പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് 4 ക്വാഡ്രന്റ് ആയിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെ കൈകളിലേക്കും എങ്ങനെയാണ് വരുമാനം വരുന്നത് എന്നുള്ളത് ഈ ഒരു 4 ക്വാഡ്രന്റിൽ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. അതിൽ ഇ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. അതേപോലെ തന്നെ രണ്ടാമത്തേൽ സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഏതെങ്കിലും ഒരു സ്കില്ല് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എക്സാമ്പിൾ അഡ്വക്കേറ്റ് ആവാം, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം. ഇവരൊക്കെ പഠിച്ച് ഒരു സ്കില്ല് നേടിയെടുത്ത് അത് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. ഈ രണ്ട് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ ആക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത് അല്ലെ. ആക്ട് ചെയ്താൽ മാത്രം ഒരു 5-10 ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വരുമാനം അവിടെ അത്രയും കുറയുന്നുണ്ടാവും. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഇന്ന് 95% ആൾക്കാരും ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. നേരെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലോ ബിഗ് ബിസിനസ് ഓണേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഇവര് രണ്ടുപേരും എന്താണ്? അവരുടെ പൈസ ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊണ്ട് പിന്നെ ജീവിതകാലം മുഴുവൻ അത് അടുത്ത തലമുറകളിലേക്കും കൈമാറുന്ന രീതിയിലേക്ക് അവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, ജോയ് ആലുക്കാസ്, കല്യാൺ സിൽക്സ്, കല്യാൺ സാരീസ്,
അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ ഓണർ നമ്മൾ പോകുന്ന ഷോപ്പിൽ, അവരുടെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ കാണാറില്ല. അവരെവിടെയെങ്കിലും സിംഗപ്പൂർ, മലേഷ്യ എന്നുള്ള സ്ഥലങ്ങളിൽ അവർ വളരെ സേഫ് ആയിട്ട് അവർ ഇരുന്നു കൊണ്ട് അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. കാരണം അവർ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ എങ്ങനെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ അവർ വിലക്കെടുക്കുന്നു, അവരുടെ മണിക്കൂറുകൾ ലിവറേജ് ആക്കിക്കൊണ്ട് അവരുടെ വരുമാനം കൂട്ടിക്കൊണ്ടിരുന്നു. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടാവും. അവിടെ എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് അവർ മണിയാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, റെന്റേ കാറിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് എടുത്തുകൊണ്ട് ആ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എന്താണ്, അവർ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നു. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും, ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരുടെ പ്രസൻസ് ഇല്ലെങ്കിലും അവർക്കും അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറകളിലേക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലേക്കും നമുക്ക് വരുമാനം ജീവിതകാലം മുഴുവൻ നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇത് ഏൺ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ വെറും 5%, ലോകത്തിൽ 5% ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ 5% ആൾക്കാരുടെ ഇടയിലും പ്രവർത്തിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള 95% ആൾക്കാരാണ്. 95% ആൾക്കാരെ വിലക്കെടുത്തുകൊണ്ട് ഇവർ ഈ 5% ആൾക്കാർ റിച്ച് ആൻഡ് ഫേമസ് ആയിട്ട് മാറുന്നു. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഈ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക് പോകാനുള്ള ഒരവസരമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേടാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക. വാട്ട് യു ഗെറ്റ് എക്സ്ട്രാ ഇൻകം. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മൾക്ക് എത്രയാണോ ഇന്ന് നിലവിൽ ഇൻകം, അതിന്റെ കൂടെ ഒരു അഡീഷണൽ ഇൻകം. ഇപ്പം ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ഇവിടെ കുറെ വീട്ടമ്മമാർ കേൾക്കുന്നുണ്ട്, അവര് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടായിരിക്കും അവര് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഹസ്ബൻഡിന്റെ വരുമാനം നമുക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കൈകളിൽ നമുക്ക് എപ്പോഴും ഒരു വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് ലഭിക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം പാല്, പത്രം, അതുപോലെ തന്നെ ഗ്യാസ്, കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് അതുവഴി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മളിന് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാലോ നമുക്ക് എന്താണ്, അവിടെ നമ്മൾ എന്താണ് ആദ്യം നോക്കുന്നുണ്ടാവുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒക്കെ തന്നെയായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ടാവുക, നമ്മൾ അതൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ നമ്മുടെ എപ്പോഴും നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും. അവിടെ എത്രയാണോ അതിന്റെ പ്രൈസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്സ്റ്റൈൽസ് പോയി കഴിഞ്ഞാൽ എത്രയാണോ അതിന്റെ പ്രൈസ് ടാഗ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ആ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും അല്ലെ. ഇവിടെ നമുക്ക് ഒരു പ്രൈസ് ടാഗ് പോലും നോക്കാതെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ടൈം ഫ്രീഡം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ചു കാലം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു, ശിഷ്ടകാലം നമ്മൾ ടൈം ഫ്രീഡത്തോടു കൂടി നമ്മുടെ കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ഹെൽത്ത്, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് നിരവധി നല്ല ഗുഡ് ഹെൽത്ത് കിട്ടാനുള്ള പ്രോഡക്ട്സുകൾ നമ്മുടെ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് നല്ല രീതിയിൽ, ഇതിലൂടെ ഹെൽത്തിലൂടെയാണ് നമുക്ക് വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ലീവ് എ ലെഗസി, നമ്മൾ ഇവിടെ ജീവിച്ചു മരിച്ചു പോയി കഴിഞ്ഞാലും ഇവിടെ എന്തെങ്കിലും നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം എത്തിക്കുന്ന ഒരു സോഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. നമുക്ക് നിരവധി എക്സാമ്പിൾ ഉണ്ട്. അംബാനിക്ക് ശേഷം അവരുടെ മക്കൾ അത് എൻജോയ് ചെയ്യുന്നു. അതേപോലെ അവരുടെ തലമുറകളോളം നമുക്ക് അത് എപ്പോഴും അവരെ ഓർക്കുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി റിട്ടയർമെന്റ്, നമ്മൾ ഇന്ന് പഠിച്ചു മുന്നോട്ട് പോയി നമ്മളെ ഒരു 60ഓ 65ഓ വയസ്സ് വരെ ജോലി ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇവിടെയുള്ളത്. അതാണ് നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വരുന്ന തലമുറകൾ അതിനെ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5ഓ 10ഓ വർഷം നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഏർലി റിട്ടയർമെന്റോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരവസരം നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരാളുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിന്നോ സംസാരിക്കാനോ അതുപോലെ അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ട്രാവൽ അറൗണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ
നിരവധി അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട് അല്ലെ. കിഡ്നി പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, വീടില്ലാത്തവർക്ക് ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ നിരവധി നമുക്ക് ആഡ് കാണാൻ വേണ്ടി സാധിക്കും. അവരെയൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തികൾക്കും നമ്മളൊരു മാതൃകയായി മാറിക്കൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെയുണ്ട്. അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ, ഈ പറയുന്ന നിരവധി അവസരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആ കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇന്ന് കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അതുപോലെ തന്നെ അതിന്റെ ഫൗണ്ടറാണ് ആ ചെയറിലിരിക്കുന്ന ഗൗതം പാലി സാർ. കോ ഫൗണ്ടേഴ്സ് ആണ് കൻവർവീർ സിംഗും അതുപോലെ തന്നെ ദീപക് സൂദ് സാറും. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം 8-9 രാജ്യങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു. 450ഓളം ഓൺ പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനിയായിട്ട് മാറാൻ വേണ്ടി സാധിച്ചു. ഇന്ത്യക്ക് പുറത്ത് ഇന്ന് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഫിലിപ്പൈൻസ് ആൻഡ് ഐവറി കോസ്റ്റ് എന്നീ രാജ്യങ്ങളിൽ ഇന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് വേൾഡ് വൈഡിൽ നോക്കുകയാണെങ്കിൽ 38ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ ഈ രീതിയിൽ ചെയ്യുന്ന കമ്പനി, 100 കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് പിന്നെ ആഡ് ആയിട്ടുള്ളൂ. അതിൽ 38ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരുപാട് അവാർഡും റെക്കഗ്നൈസേഷനും കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള ഒരു അവാർഡ് തുടർച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് എന്ന് പറയുന്നത് വിശ്വസിച്ചുള്ള ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് കൊടുക്കുന്ന അവാർഡാണത്. അത് തുടർച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകൾ ഉണ്ട്. പ്രൊഡക്ട്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ ബാഗിൽ തൂക്കിയിട്ട് നടക്കുന്ന ഒരു പ്രവണതയല്ല ഇവിടെയുള്ളത്. നമുക്ക് ഈ സെല്ലിങ്ങിലോട്ട് പോവാതെ തന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണിത്. തുടർച്ചയായിട്ട് കേൾക്കുക. അഫോർഡബിൾ പ്രൈസിൽ ഇന്ന് ഏതൊരു വ്യക്തികൾക്കും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മുടെ കമ്പനി പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത്. അതും ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ. മണി ബാക്ക് ഗ്യാരണ്ടി. നമുക്കറിയാം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പോയി നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സെലിബ്രിറ്റി പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ പോയി വാങ്ങിച്ചു. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ മണം ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ നിറം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നിക്കൽ അത് എങ്ങനെയെങ്കിലും തീർത്ത് കളയില്ലെങ്കിൽ തീരെ പറ്റുന്നില്ലെങ്കിൽ ഒഴിവാക്കും അല്ലെ. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് 21 വർഷമായിട്ടുള്ള ഈ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 30% വരെ യൂസ് ചെയ്യാം. ഇവിടെ ഒരു പ്രാവശ്യമല്ല 30% യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു റൈറ്റപ്പ് കൊടുത്തുകൊണ്ട് ഒരു റിട്ടേൺ ലെറ്റർ കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കമ്പനി മണി ബാക്ക് ഗ്യാരണ്ടിയിലൂടെ നമ്മുടെ GST കഴിച്ചിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ട് തരാൻ വേണ്ടിയിട്ട് കമ്പനി റെഡിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് കമ്പനി അതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കാറ്റഗറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നതിനാൽ വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, അതുപോലെ തന്നെ നിരവധി പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ട്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം തന്നെ ഉള്ളത് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിലാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇന്ന് ഏജ് ഒന്നും ഒരു മുന്നേ ആണെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്നുണ്ട്. നിരവധി ആൾക്കാർ ഇന്ന് ബസ് കയറുന്നതായി കഴിഞ്ഞാലും മറ്റുള്ള സ്റ്റെപ്സുകൾ കയറുന്നതായി കഴിഞ്ഞാലും സൈഡിലുള്ള കമ്പികളൊക്കെ പിടിച്ചിട്ടായിരിക്കും കയറുന്നുണ്ടാവും അല്ലെ. അല്ലാതെ കയറുന്നതായിട്ട് നമ്മൾ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. ഇന്ന് ഏജ് ഓവർ ആവുന്നതിനനുസരിച്ച് അവരുടെ ജോയിന്റ്സിൽ വേദനകൾ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ജോയിന്റ്സിൽ വേദന അനുഭവപ്പെടുന്നത്? കാരണം നമ്മുടെ കാർട്ടിലേജിനിടയിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്. അത് നമുക്ക് ഏജ് ഓവർ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടോ ഇന്ന് ഡ്രൈ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾ തമ്മിൽ കൂട്ടിയുരയുന്നുണ്ടാവും. ആ സമയത്താണ് നമുക്ക് അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടാവും. അതിന് എക്സലന്റ് ആയിട്ടുള്ള നമ്മുടെ എങ്ങനെയാണ്, കാരണം ഇന്ന് മെഡിക്കൽ സയൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേദന സംഹാരികളൊക്കെ തരുന്നുണ്ടാവും. അത് കഴിച്ചുകൊണ്ട് നമുക്ക് ആ സമയത്ത് മാത്രം നമുക്ക് വേദന പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് അതിന്റെ എഫക്റ്റ് പോകുന്ന സമയത്ത് വീണ്ടും വേദനകൾ തിരിച്ചു വരുന്നുണ്ടാവും. ഇന്ന് നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാൽസ്യം, ഗ്ലൂക്കോസാമിൻ, അതുപോലെ തന്നെ കൊളാജൻ. ഈ ഒരു 3 പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർട്ടിലേജിന് ഇടയിലുള്ള ഈ സിനോവിയൽ ഫ്ലൂയിഡിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും.
അതുപോലെ തന്നെ കാൽസ്യം എല്ലിന്റെ ബോൺ ഹെൽത്തിന് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജോയിന്റ് പെയിൻ വെച്ചിട്ട് ഇന്ന് കാരണം ഓപ്പറേഷൻ ആണ് നമുക്ക് ഇന്ന് പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേഷൻ ആണ്, അല്ലാതെ വേറെ മാർഗങ്ങളിലില്ല. ഇല്ലെങ്കിൽ വേദന സംഹാരികളാണ്. അത് നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല പല അസുഖങ്ങൾ നമുക്ക് വേറെയും വരുന്നുണ്ടാവും. നമ്മുടെ കിഡ്നി ഫെയിലർ ആവുന്നുണ്ടാവും. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് വരുന്നുണ്ടാവും. അതൊന്നും ഇല്ലാതെ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ചെലവിനെ കുറച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെന്റ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇതൊന്നും മരുന്നല്ല. എന്താണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്? എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. പ്രോട്ടീൻസ് ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും നമുക്ക് ഇന്ന് ലഭിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. അത് ഇവിടെ പ്രിസർവേറ്റീവ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ കൈകളിൽ എത്തുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു വൈറ്റമിൻസോ മിനറൽസോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിലും പൗഡർ രൂപത്തിലും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവും, ഒന്നിക്കൽ മാത്സിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വീക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ട്യൂഷന് വിടുന്നുണ്ടാവും. അത് ഒരു സപ്ലിമെന്റ് ആണ്. അതേ രീതിയിലാണ് നമുക്ക് കിട്ടാത്തത് എന്താണോ അത് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അകലം കുറച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിലൂടെ വരുമാനം കൂടി നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അവസരമാണിത്. അതുകൊണ്ട് തന്നെ ജോയിന്റ്സ് ബോൺ ഹെൽത്തിലേക്ക് നമുക്ക് ഈ ഒരു 3 പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിനോവൽ ഫ്ലൂയിഡിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ജോയിന്റ് പെയിനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് ഗ്ലൈസമിക് ഹെൽത്ത് ആണ്. ഇന്ന് നമുക്കറിയാം ഏതൊരു വീടെടുത്തു കഴിഞ്ഞാലും ഒരാളെങ്കിലും ഷുഗർ എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അരഗുളികയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, പിന്നീട് അത് ഒന്നായിട്ട് മാറുന്നുണ്ടാവും, പിന്നെ അത് 3 നേരമായിട്ട് മാറുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ടാവും, പിന്നെ കണ്ണ് പോകുന്നുണ്ടാവും, കിഡ്നി ഫെയിലർ വരുന്നുണ്ടാവും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. കാലിന്റെ വിരൽ മുറിക്കുന്നുണ്ടാവും, കാലിന്റെ പടം മുറിക്കുന്നുണ്ടാവും, മുട്ടിന്റെ മുകളിൽ നിന്ന് മുറിക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു 3 പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നീം എന്ന് പറയുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട്. നീം എന്ന് പറയുന്നത് ആര്യവേപ്പിന്റെ കുരുവിൽ നിന്നെടുക്കുന്ന ഓയിലാണ് ഈ നമുക്ക് തരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് എപ്പോഴും ഒരു ടെൻഡ് ഉണ്ടാവും, ഈ നമുക്ക് മധുരം കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് മധുര തുളസിയിൽ നിന്ന് എടുക്കുന്ന സ്റ്റിവിയ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്ത് ആയുർവേദിക്കിൽ ഞാൻ പറയുന്നുണ്ടാവും, ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും കൂടി. ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ചിന്തിക്കേണ്ടത് അതിലേതെങ്കിലും ഒന്ന് മാത്രം കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ 2 എണ്ണം മാത്രം കഴിച്ചാൽ മതിയോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരോടായിട്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ പറയുന്ന കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മൾ ചായ ഇടുമ്പോൾ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ മധുരം ഉണ്ടാവില്ല, പാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ കട്ടൻ ചായ ആയിട്ട് മാറുന്നുണ്ടാവും. അതേ രീതിയിൽ ഇതിലും നമുക്ക് എഫക്റ്റ് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി നിങ്ങൾ ശരിക്കും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. കാരണം കോവിഡ് വന്ന സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്, നമ്മൾ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയെ കൂടാൻ വേണ്ടി പല പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് പ്രിവെന്റ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നിരവധി പ്രൊഡക്റ്റുകൾ, ഇതിനകത്ത് നമുക്ക് സ്പൈർലീന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, കടൽ പായലാണ്. ഇത് നമുക്ക് ശൂന്യാകാശത്തൊക്കെ പോകുന്നവര് ഫുഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 40ഓളം പോഷകങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ന് പുറത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് ക്ഷീണമൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിത് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പോലും നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു നേരത്തെ ഫുഡിനെ വരെ റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു 4-5 ക്യാപ്സൂൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു നേരത്തെ ഫുഡിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനത് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. നോനി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അതിന്റെ ചെടി. കാക്കോത്തി പഴം എന്നാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഇതിനെ
പഴുത്തു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലാണ്. അതുകൊണ്ട് ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ക്യാപ്സൂൾ രൂപത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്തത് വെസ്റ്റീജ് ആണ്. പല കമ്പനികളും ഇതിന്റെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും എഫക്റ്റീവ് ആണ് ക്യാപ്സൂൾ ആയിട്ട് തരുന്ന സമയത്ത്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക്, അതുപോലെ തന്നെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ വണ്ടർഫുൾ ആയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയത്. എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം രാവിലെ എഴുന്നേക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. അതിന് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ നോനിയിലൂടെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആംല എന്ന് പറയുന്നത് നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ടുള്ള ക്യാപ്സൂളാണ്. ക്യാപ്സൂൾ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ, പനിയും ജലദോഷവും, ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ എന്ന് മുതൽ വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ കഴിക്കുന്ന ഒരു ക്യാപ്സൂളാണ് നമ്മുടെ ആംല എന്ന് പറയുന്നത്. നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണ്. അത് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട്, കാരണം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും, ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഓരോ ക്യാപ്സൂൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ജലദോഷമായി കഴിഞ്ഞാലും പനിയായി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഡോസേജ് കൂട്ടിക്കൊണ്ട് ഇപ്പം നല്ല പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഡോസേജ് 2 എന്നുള്ള രീതിയിലൊക്കെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ പോവാതെ തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടുതലാണെങ്കിൽ എല്ലാവരും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഡോക്ടറെ അടുത്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് നാളെ മുതൽ ആരും ഡോക്ടറെ അടുത്ത് പോവാതിരിക്കരുത്. കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്താണ് അതിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് സപ്ലിമെന്റ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് കൊളസ്ട്രം. പശു പ്രസവിച്ച് 6 മണിക്കൂറിൽ എടുക്കുന്ന ആ മഞ്ഞപ്പാലിൽ നിന്ന് എടുക്കുന്ന പാൽപ്പൊടി തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി, പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് വെസ്റ്റീജ് പ്രൈം കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ഒരു ഗമ്മീസ് ഉണ്ട്, മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. ഇന്ന് എൻ്റെ മക്കളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുട്ടികൾക്ക് കൊടുക്കാം, കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം. കാരണം അതിനകത്ത് മൾട്ടി വൈറ്റമിൻസ് തന്നെ ആയതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ കാണാം മുഖത്തൊക്കെ വൈറ്റ് സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇന്ന് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാത്തത് കുട്ടികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ്, എയറൊക്കെ നിറച്ചിട്ടുള്ള പല ഫുഡുകൾ, അത് പേര് ഞാൻ എടുത്തു പറയുന്നില്ല. അതുപോലെ തന്നെ പല കളറിലുള്ള പാനീയങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ടും അതാണ് വളരെ ഇഷ്ടത്തോടു കൂടി രക്ഷിതാക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവുക. അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരാതി പറയുന്നുണ്ടാവും, എൻ്റെ മോൻ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മോൾ ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ മക്കളുടെ ആരോഗ്യം നോക്കിയെന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഈ ഗമ്മീസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുനാൾ കഴിക്കുന്ന സമയത്ത് അവര് ഭക്ഷണം ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത് ക്യാപ്സൂളിന്റെ ഉള്ളിൽ ഒരു ക്യാപ്സൂള്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ക്യാപ്സൂളിന്റെ ഉള്ളിൽ ഒരു ക്യാപ്സൂളായിട്ട് നിർമ്മിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ വെസ്റ്റീജ് ആണ്. അത് നമ്മുടെ കുടലിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കിന്റെ ഒരു കോമ്പിനേഷനാണ്. നല്ല ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയയും നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ആ ബാക്ടീരിയ സംരക്ഷിച്ചുകൊണ്ട് അതിനുള്ള ഫുഡും കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കോംബയോട്ടിക്സ്. അതുപോലെ തന്നെ ക്രിൽ ഫിഷിൽ നിന്ന് എടുക്കുന്ന omega-3 omega-6 ഒക്കെയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഹാർട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നമ്മുടെ ബ്രെയിനിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്രിൽ ഓയിൽ. അതുപോലെ തന്നെ സീബക്തോൺ ഉണ്ട്. അത് ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സർവ്വരോഗ സംഹാരി എന്ന് വേണമെങ്കിൽ നമുക്ക് സീബക്തോണിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഈ പ്രൈം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യാനുസൃതം കഴിക്കുക, നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിലായി കഴിഞ്ഞാലും, ഇന്ന് നമുക്കറിയാം റോഡിലൂടെ നടക്കുന്ന സമയത്തായി കഴിഞ്ഞാലും പോകുന്ന സമയത്ത് വാഹനങ്ങളുടെ പുക, ഇങ്ങനെയുള്ള പല രീതിയിലും നമ്മുടെ ശരീരത്തിനകത്ത് ടോക്സിൻസ് ഉണ്ട്.
വിഷാംശങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തു പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ടോക്സിൻസിനെ പുറത്തു കളയാൻ വേണ്ടി സാധിക്കും. അല്ലാത്തവർക്ക് നല്ല എല്ലാവർക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നമ്മുടെ ടോക്സിൻസിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു കളയാൻ വേണ്ടി സാധിക്കില്ല. ഫൈബർ നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഷുഗർ ഒക്കെ ഉള്ളവർക്കും ആ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും ഇന്ന് മലബന്ധം അതുപോലെ തന്നെ പൈൽസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുർക്കുമിൻ പ്ലസ് മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് ആണ്, മഞ്ഞളിൽ നിന്ന് എടുക്കുന്നതാണ് കുർക്കുമിൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴും കറിയിലൊക്കെ ഉപയോഗിക്കുന്നതല്ല, അതിൻ്റെ അകത്ത് ആ മഞ്ഞളിനകത്ത് നമുക്ക് കുർക്കുമിന്റെ അംശങ്ങൾ വളരെ കുറവായിരിക്കും. ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും നീർക്കെട്ട്, അങ്ങനെ ജോയിന്റ് പെയിന്, നീർക്കെട്ട്, അതുപോലെ തന്നെ ക്യാൻസർ, ഇങ്ങനെ പറയുന്ന പല പേരുകളിലും അറിയപ്പെടുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കുർക്കുമിൻ. ഇന്ന് കുർക്കുമിൻ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോലും അതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിന്റെ പാറ്റന്റഡ് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കുർക്കുമിൻ. അതുകൊണ്ട് നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വളരെ ചെറിയ വിലയിൽ തന്നെ നമ്മളെ കമ്പനി നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡീറ്റോക്സ് ഫുഡ് പാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കാലിന്റെ അടിയിൽ നമ്മൾ ഒട്ടിച്ച് കിടക്കേണ്ട ഒരു സ്റ്റിക്കർ രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ടോക്സിൻസിന് നമ്മുടെ ശരീരത്തിലുള്ള നെർവ്സിലും അതുപോലെ തന്നെ നാഡീഞരമ്പുകളിലൊക്കെ നെർവ്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനെ അല്ലെങ്കിൽ ടോക്സിൻസിനെ, വിഷാംശങ്ങളെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കാലിനടിയിൽ ഒട്ടിച്ച് രാത്രി കിടക്കുക. രാത്രി നമ്മൾ പറിക്കുന്ന സമയത്ത് അത് എടുക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റിനെ നമുക്ക് കാണാൻ വേണ്ടി ബ്ലാക്ക് കളറിലല്ല ചില ആൾക്കാരെ പൊട്ടി ഒലിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി, പൊട്ടി ഒലിക്കുന്ന കാലല്ല പൊട്ടി ഒലിക്കുന്നത്, ആ ടോക്സിൻസ് ഒലിച്ചിറങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ബാഡ് സ്മെല്ലുള്ളവരുണ്ടാവും. അത് വെരിക്കോസും അതുപോലെ തന്നെ മൈഗ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ ഒക്കെ, വെരിക്കോസ് ഉള്ളവർക്കൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിർബന്ധമായിട്ടും എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ഐ സപ്പോർട്ട്, കണ്ണിന് ഇന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ മൊബൈലും ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും. അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്സിൻസിനെ, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തു കളയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനി അടുത്തത് ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്. അമിതവണ്ണം, അനീമിക് ആയിട്ടുള്ള ആൾക്കാരുടെ, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവപ്പെടുന്ന അനീമിക്കാണ്. ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പൊണ്ണത്തടിയുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടിക്കൂടി വരികയാണ്. 2030 കഴിയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരിൽ നമ്മുടെ ഓരോ കുടുംബത്തിലും വേണമെങ്കിൽ അനീമിക് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വീസ്ലിം ഷെയ്ക്ക്, വീസ്ലിം ക്യാപ്സൂൾ ആൻഡ് വീസ്ലിം ടീ. ഇന്ന് നിരവധി ഫ്ലേവറിൽ ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലേവറിലേക്ക് ഇനി വരാൻ വേണ്ടി പോണ്. ഓൾറെഡി ഇപ്പൊ 4 ഫ്ലേവറിൽ ഷെയ്ക്ക് അവൈലബിൾ ആണ്. ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഇതിലൊക്കെ കുടംപുളിയുടെ ഒക്കെയാണ് എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ എംടി സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കേണ്ടതാണ്. ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എംടിയിൽ 2 എണ്ണം, അതുപോലെ തന്നെ രാത്രി ബിഫോർ ഫുഡിനകത്ത് 2 എണ്ണം, ഈ രീതിയിൽ ഉപയോഗിക്കുക. നോർമൽ ആണെങ്കിൽ ചെറിയ രീതിയിൽ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1 മതിയാവും. ആ രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിസ്ലിം ടീ ഉണ്ട്. ടീ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വൈകുന്നേരത്ത് ടീ കഴിക്കണം എന്നുള്ള ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടീ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഷെയ്ക്ക് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഫുഡിനെ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് ആ സമയത്തുള്ള ആ നേരത്ത് കഴിക്കുന്ന എല്ലാ കലോറീസും നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കലോറീസും കൊടുത്തുകൊണ്ട് നോർമലായിട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനകത്ത് ഇന്ന് നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ 1 മാസം കൊണ്ട് 10 കിലോവും 15 കിലോ ഒക്കെ കുറക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്ന പല ആഡ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ആഡിലൊന്നും പോയിട്ട് നമ്മൾ പെടാതിരിക്കുക. ഇത് നോർമലായിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഒറ്റയടിക്ക് നിങ്ങളുടെ വെയിറ്റ് ഒന്നും കുറഞ്ഞു പോയില്ല. ഈ പ്രൊഡക്റ്റ് നിർത്തി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടാണ് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. കാരണം ചില ആൾക്കാർക്ക് 1 മാസം കൊണ്ട് തന്നെ 1, 2, 3, 4 കിലോ കുറയുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് അതിൽ കൂടുതൽ കുറയുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് കുറയുന്നുണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അത് മാനേജ് ചെയ്ത് വരുന്നുണ്ടാവും. ആ ക്ഷമ നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ മാനേജ്മെന്റ് നമുക്കിവിടെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
അടുത്തത് വിമൻസ് ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ വിമൻസ് ഹെൽത്ത് നിരവധി പ്രൊഡക്റ്റുകൾ, അനീമിക് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കുറയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഫോളിക് ആൻഡ് അയൺ പ്ലസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ശതാവരി മാക്സ് ഇന്ന് ലേഡീസിനുള്ള ഒരു വരദാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എക്സലന്റ് ആയിട്ടുള്ള ശതാവരി കിഴങ്ങിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് ശതാവരി കിഴങ്ങ്. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ലേഡീസും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഹോർമോൺ ഇംബാലൻസ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൃത്യമായിട്ട് കഴിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നതാണ് PCOD, അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഹോർമോൺ ചേഞ്ചസ്, മുടി പൊഴിച്ചല്, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുള്ള ഒരുപാട് ലേഡീസിനെ കാണാറുണ്ട്. അവരൊക്കെ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ശതാവരി മാക്സ്. അതേപോലെ തന്നെ ഫോളിക് ആൻഡ് അയൺ പ്ലസ്. നിരവധി പ്രശ്നങ്ങൾ അതിലൂടെ നമുക്ക് നേരെയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാൻബെറി, യൂറിനറി ഇൻഫെക്ഷൻ, ഇന്ന് അറിയാം ഏറ്റവും കൂടുതൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നത് ലേഡീസ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലേഡീസാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. ജോലി ഭാരം കൊണ്ട് ചിലപ്പോൾ അവര് യൂറിൻ പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടി തന്നെ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രഷർ കൊണ്ട് അവർ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇങ്ങനെ വരുന്ന അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ക്രാൻബെറി, ഒരു ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹെയർ സ്കിൻ നെയിൽ, ഈ പേര് പോലെ തന്നെ നമ്മുടെ ആ 3 മുടിക്കും അതുപോലെ തന്നെ ത്വക്കിനും അതുപോലെ തന്നെ നെയിൽസിനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഹെയർ സ്കിൻ നെയിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിന് ഇന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളതാണ് അല്ലെ. കാരണം ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരാളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അരമണിക്കൂർ ഇരിക്കുന്ന സമയത്ത് തന്നെ 3-ൽ കൂടുതൽ ആൾക്കാർക്ക് സ്ട്രോക്ക് വന്നിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? നിരവധി ആൾക്കാരുകൾ ഇന്ന് മരിച്ചു പോകുന്നു. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല, ഇല്ലെങ്കിൽ രാത്രി സംസാരിച്ചു പോയവരെ രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും കഴിക്കേണ്ട 3 പ്രൊഡക്റ്റ് ആണ് ഇത്. കോഎൻസൈം Q10 നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കോഎൻസൈം. പക്ഷെ കുറച്ച് വയസ്സ് ഏജ് ആവുന്ന സമയത്ത് ഇത് കുറഞ്ഞു വരുന്നുണ്ടാവും. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 50 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാവും. ആ സമയത്തും നമ്മൾ എല്ലാവരും കഴിക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് കോഎൻസൈം Q10. സൈലന്റ് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കോഎൻസൈം Q10. അതുപോലെ തന്നെ ഫ്ലാക്സ് ഓയിൽ, നേരത്തെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ ക്രിൽ ഫിഷിന് എടുക്കുന്ന അതാണെങ്കിൽ ക്രിൽ ഓയിൽ ആണെങ്കിൽ ഇവിടെ ചണവിത്തിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ് ഫ്ലാക്സ് ഓയിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഫാറ്റ് ഒക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് പ്രോപ്പർ ആവാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മശക്തിയൊക്കെ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കുക. അതുപോലെ തന്നെ എല്ലാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇന്ന് ജിമ്മിലും ഒക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ, അതുപോലെ തന്നെ ഹൈ BP ഇതൊക്കെയുള്ള അത് കൃത്യമായിട്ടും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോ ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടിനെ ഹലോ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെയാണ് സർ, ഓക്കെയാണ്. ഒരു കോൾ വന്നിട്ടാണ്, സോറി. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഹൃദയത്തിൽ നിന്ന് മുതൽ നമ്മൾ ഓരോ ധമനികളും നർവ്സിനെയും ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് പ്രോ ഹാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും യൂസ് ചെയ്യുക. നമ്മുടെ സ്ട്രോക്ക് വരാതെയും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാതെയും നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആയുസ് ആൻഡയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രോ ഹാർട്ട് കിഡ്നി ഹെൽത്ത്, അതുപോലെ തന്നെ നമുക്ക് ലിവർ ഹെൽത്ത്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ബ്രാൻ ഓയിൽ, തവിടെണ്ണ, ഇന്ന് എല്ലാവരും നമ്മുടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് നമ്മുടെ കുക്കിംഗ് ഓയിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് omega-3 ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ, എനർജി ഡ്രിങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിറൽ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ
നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്പ്രേ രൂപത്തിൽ, കാരണം നമ്മൾ ഇത്രയും നേരം ക്യാപ്സൂൾ രൂപത്തിലും പൗഡർ രൂപത്തിലുമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സ്പ്രേ രൂപത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. നാക്കിനടിയിലേക്ക് നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്ലിംഗൽ ഗ്രന്ഥിയിലൂടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 99% അബ്സോർവേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മൾട്ടി വൈറ്റാമിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈറ്റമിൻ ഡി, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 99% ആൾക്കാർക്കും വൈറ്റമിൻ ഡിന്റെ പ്രശ്നം ഉണ്ടാവും. അവരിത് കഴിക്കുകയാണെങ്കിൽ, നമ്മുടെ നാക്കിനടിയിൽ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി, മുടി കൊഴിച്ചലും അതുപോലെ തന്നെ PCOD അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക്, സ്കിൻ പ്രോബ്ലംസിനും ഒക്കെ പരിഹാരമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്. അതുകൂടാതെ ഇന്ന് ബയോട്ടി എന്ന് പറയുന്ന ഒരു സ്പ്രേ കൂടി നമുക്കുണ്ട്. അത് മുടി കൊഴിച്ചലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു സ്പ്രേ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 സ്പ്രേ ഉണ്ട്. ഉറക്കക്കുറവ്, ഇന്ന് കൂടുതൽ ആൾക്കാർക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തുകൊണ്ട് രാത്രി ഉറക്കമില്ലാത്തവർക്ക് നമുക്ക് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ നമുക്ക് നാക്കിനടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്ന 6 കാറ്റഗറിയിലുള്ള സ്പ്രേ നമുക്ക് സബ്ലിംഗൽ സ്പ്രേ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പേസ്റ്റ്, നമുക്ക് ഓറൽ കെയറിലേക്ക് വരികയാണെങ്കിൽ പേസ്റ്റ് നമുക്ക് 3 തരത്തിലുള്ള പേസ്റ്റ് ഉണ്ട്. പല്ല് പൊളിപ്പ്, മോണ പൊളിപ്പ്, അതുപോലെ തന്നെ പിന്നെ കറകളൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്നതും, അതുപോലെ തന്നെ വായുനാറ്റമൊക്കെ ഉള്ളവർക്ക് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മൗത്ത് വാഷും ബ്രഷും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ കെയറിലേക്ക് വരുവാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ്. പേഴ്സണൽ കെയറിലേക്ക് വരികയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് ഫേസ് വാഷ് ഉണ്ട്, ഫെയർനെസ് ക്രീം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിയോഡറന്റ് ഉണ്ട്, TFM 76 മുകളിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. നമുക്ക് മുടി കൊഴിച്ചലിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഷാമ്പു, മുടി കൊഴിച്ചലും അതുപോലെ തന്നെ താരൻ, പാൻ, ഇങ്ങനെയുള്ള പല പല മോയ്സ്ചർ, ഇതുപോലെ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിരവധി പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. മഡ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്, ചാർക്കോ പീലോ മാസ്ക്, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. എഞ്ചിന്റെ കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി ബൈക്കിലും കാറിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന എഞ്ചിൻ ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഹൈവെസ്റ്റ്, നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റുകൾ, അതിൽ നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ്, ഡിഷ് വാഷ്, അതുപോലെ തന്നെ നമുക്ക് തുണി കഴുകുന്ന ലിക്വിഡ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു അടപ്പ് മതി, ഒരു മൂടി മതി 7 കിലോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കംഫർട്ടും അതുപോലെ തന്നെ മണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പല മറ്റുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 7 കിലോ വാഷ് ചെയ്യാൻ ഒരു മൂടി മതി. കഴുകിയ വെള്ളം നമുക്ക് ചെടികൾക്കും അതുപോലെ തന്നെ കൃഷിയിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ല. എല്ലാം അൾട്രാ, അത്രയും വളരെ കുറച്ച് മാത്രം മതി, എക്സ്ട്രാക്ട് ആണ്. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, സോപ്പ് പൗഡർ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീടിനെയും സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ജെൻസിന് വേണ്ടിയിട്ടുള്ള ട്രൂമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സോപ്പ്, അതുപോലെ തന്നെ ഫേസ് വാഷ്, അതുപോലെ തന്നെ ഡിയോഡറന്റ് അവൈലബിൾ ആണ്. വെലിനോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ലിപ് ബാം, കളർ ഷെയ്ഡ്സ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ മിസ്റ്റർ ഓഫ് മിലാനിൽ ലിപ്സ്റ്റിക്കും ഹൈലൈനറും മസ്കാര, ഇങ്ങനെ പറയുന്ന നിരവധി കാറ്റഗറി പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സ്കിൻ ഫോർമുല വരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ 3 ലെയറിനെ റിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്കിന്നിനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കേടുപാടുകളെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല സുന്ദരികളും ഒക്കെ ആവാൻ വേണ്ടി സാധിക്കുന്ന കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. കണ്ണിന് ചുറ്റുമുള്ള കറുത്തപാട്, അതുപോലെ തന്നെ മൂക്കുരുവിന്റെ കലകൾ പോകാനുള്ള ബ്ലെമിഷ് ജെല്ലി, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഗ്രി. ഇന്ന് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് അഗ്രി കാറ്റഗറി. ഇതിനകത്ത് നമുക്ക് കൃഷി ചെലവിനെ കുറച്ചുകൊണ്ട് ഈൽഡ് കൂട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇതിനകത്തുള്ളത്. നാനോ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മണ്ണൊരുക്കുന്ന സമയത്ത് മുതൽ കായ്ഫലം ഉണ്ടാവുന്നത് വരെ ഓരോ കാറ്റഗറി ടൈമിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി ചെലവിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ശുദ്ധമായ ജലം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാർപ്പുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാട്ടർ പ്യൂരിഫയറും, അതുപോലെ തന്നെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാട്ടർ പ്യൂരിഫയർ പിക്ചർ രൂപത്തിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ന് നമ്മുടെ കൈകളിലേക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ എത്തുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു മാനുഫാക്ചർ ഉണ്ടാവും, അല്ലെ? മാനുഫാക്ചർ ഉണ്ടാവും. നമ്മൾ ഇവിടെ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്? പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ പോയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും സാധനം വാങ്ങിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മളെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ആയിരിക്കും നമ്മൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും, അല്ലെ?
അവിടെ എങ്ങനെയാണ് നമ്മുടെ കടകളിലേക്ക് സാധനങ്ങൾ എത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു C&F ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും. ഇങ്ങനെ നിരവധി കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കൈകളിലൂടെ മറിഞ്ഞിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ ഇന്ന് TV തുറന്നു കഴിഞ്ഞാലും പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അഡ്വർടൈസ്മെന്റിലൂടെ അത് നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരായിട്ടുള്ള സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നുണ്ടാവും. അങ്ങനെ വാങ്ങിക്കുന്ന രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 40 രൂപക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ 100 രൂപ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ 60% രൂപ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്, ഒരിക്കലും കമ്പനിയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ. എന്താണ് ഡയറക്ട് സെല്ലിംഗ് മേഖല? ഇടനിലക്കാരെ മുഴുവൻ, ആ പിക്ചറിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇടനിലക്കാരെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് അവിടെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് 40 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ അത് നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ 100 രൂപക്ക് തന്നെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 60 രൂപ അത് കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മൾക്ക് തരാനായിട്ട്. 9 തരത്തിലുള്ള വരുമാനമായിട്ട് നമുക്ക് കമ്പനി തിരിച്ചു തരുന്ന രീതിയാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്ലൈഡ്. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നാളെ ഇതുവരെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കട ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അതിലൂടെ നമുക്ക് 9 തരത്തിലുള്ള വരുമാനം എങ്ങനെയാണ് കമ്പനികൾ തരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, സേവിങ്സ് ഓൺ കൺസംഷനിലൂടെ 10 മുതൽ 30%, അതിൽ 20% ആണെങ്കിൽ ഇന്ന് 30% കമ്പനി കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് ബോണസിലൂടെ നമ്മളെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആരെങ്കിലും ഇന്ന് വരെ ഏതെങ്കിലും ഒരു കടക്കാരനോ അല്ലെങ്കിൽ കമ്പനിയോ നമുക്ക് പൈസ തന്നിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ചെലവ്, നമ്മൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലുള്ള ചെലവിന് വരുമാനമാക്കി മാറ്റാൻ വേണ്ടി പോവാണ് പെർഫോമൻസ് ബോണസിലൂടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും 5 മുതൽ 16% നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ ബോണസ് ആയിട്ട് 15% ലഭിക്കുന്നുണ്ട്. ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് 3%. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഓപ്പറേറ്റിംഗ് ബോണസ് ആയിട്ട് 18%. ട്രാവൽ ഫണ്ട് ആയിട്ട് 3%. കാർ ഫണ്ട് ആയിട്ട് 5%. ഹൗസ് ഫണ്ട് ആയിട്ട് 3%. എലൈറ്റ് ക്ലബ് ഫണ്ട് ആയിട്ട് 2%. ഇങ്ങനെ 9 തരത്തിലുള്ള വരുമാനമായിട്ടാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ID പ്രൂഫ്, നമ്മൾ ഇന്നൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സിം കാർഡ് എടുക്കണമെങ്കിലോ വേറെ എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും നമ്മൾ ID പ്രൂഫ് കൊടുക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കുകയാണെങ്കിൽ, ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ID നമ്പർ കിട്ടുന്നുണ്ടാവും. ആ ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനടക്കം ഇന്നൊരു കൺസ്യൂമർ ആണ്, ആ കൺസ്യൂമർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് MRP റേറ്റിൽ നിന്നും 10 മുതൽ 30% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ടാവും. റീപർച്ചേസിംഗ് ഓഫർ ആയിട്ട് നമുക്ക് ഒരു 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. ക്യാഷ് ബാക്ക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മുതൽ 16% നമുക്ക് ലഭിക്കുന്നുണ്ട്. മണി ബാക്ക് ഗ്യാരണ്ടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓഫർ വഴി നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും പോയിന്റ് വാല്യൂ ഉണ്ടാവും. ആ പോയിന്റ് വാല്യൂ അടിസ്ഥാനത്തിൽ നമ്മളൊരു 100 PV മുതൽ 160 PV അല്ലെങ്കിൽ 100 PV 200 300 400 PV വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എവറി 4 മന്ത് കഴിയുന്ന സമയത്ത്, എല്ലാ 4 മാസം കഴിയുന്ന സമയത്തും നമുക്ക് 3000 മുതൽ 12000 രൂപ വരെ വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് 1 രൂപ പോലും കൊടുക്കണ്ട. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വരെ ഒരു കടക്കാരനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ നമുക്ക് ഒരു ഫ്രീ പ്രൊഡക്റ്റ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ എവറി 4 മന്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലക്കി ഡ്രോ കമ്പനി ചില മാസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെയും 50% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? നമ്മൾ ഒരിക്കലും ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. അവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സ്പോൺസർ ഉണ്ടാവും. നിങ്ങൾ ആരാണോ ഇത് പരിചയപ്പെടുത്തിയത് അവരെ സ്പോൺസർ എന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ വെസ്റ്റീജ് കമ്പനി നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. നമ്മുടെ ഈ ഒരു 3 കോമ്പിനേഷനും നമ്മളെ കൈകളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ കൈകൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഇൻകം ഏത് രീതിയിലാണ് ലഭിക്കുന്നത് നോക്കാം. പെർഫോമൻസ് ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞു 5 മുതൽ 16% ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപ അല്ലെങ്കിൽ 35 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് വാല്യൂ ഉണ്ടാവും. അതിന് PV എന്നാണ് പറയാ. അങ്ങനെ ഒരു PV മുതൽ ഏകദേശം 600 PV എത്തുന്നത് വരെ നമുക്ക് 5%, 600 PV മുതൽ 2400 PV എത്തുന്നവരെ
8%, അതുപോലെ തന്നെ 2400 മുതൽ 5500 പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്ത് 16%, നമുക്ക് 12%, അതുപോലെ തന്നെ 5500 പ്ലസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 16% നമുക്ക് നമുക്ക് പെർഫോമൻസ് ബോണസിലൂടെ എവരി മന്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതിനെ നമുക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട്, ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഇതൊരു ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സിംഗിൾ മന്തിൽ നമ്മൾ ഒരു 300 PV കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇവിടെ MRP റേറ്റ് 1000 രൂപക്കുള്ള ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ 5500 പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്താണ് നമുക്കൊരു 16% മാറുന്നുണ്ടാവുക. ഇവിടെ നമുക്കൊരു സിംഗിൾ മന്തിൽ തന്നെ 4500 പോയിന്റ് വാല്യൂ, അതുപോലെ അവിടെ 1000 രൂപയുടെ ഡിസ്കൗണ്ട്, 1000 PVയുടെ ഡിസ്കൗണ്ട് നമുക്ക് കമ്പനി തരുന്നുണ്ട്. അത് നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 16% ഒരു സിംഗിൾ മന്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് കമ്പനി ഒരു റെക്കഗ്നൈസേഷൻ തരുന്നുണ്ട്. അവിടെ നമ്മൾ ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഈ രീതിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നമ്മൾക്ക് ആദ്യം സാധനങ്ങൾ വാങ്ങി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മൾ പല ആൾക്കാരോട് പോയി പറയുന്നുണ്ടാവും അല്ലെ. അങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ തന്നെ ഒരു 6 വ്യക്തികളിലേക്ക് നമ്മൾ പറഞ്ഞു. 6ൽ കൂടുതൽ വ്യക്തികളെ നമുക്ക് ഇതിനകത്ത് സ്പോൺസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് 5500 പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ 4500 പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്ത് ബ്രോൺസ് ഡയറക്ടർ ആയി മാറുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസിംഗ് ഓഫറായിട്ട് 10 മുതൽ 30% ലഭിക്കുന്നുണ്ടാവും. പെർഫോമൻസ് ബോണസ് നമുക്ക് 16% ലഭിക്കുന്നുണ്ടാവും. ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് സപ്പോർട്ടീവായിട്ട് ആൾക്കാരില്ല, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ച് ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇവിടെ നമ്മളെ കമ്പനി എന്താണ് പറയുന്നത്? നമ്മൾ മാത്രം വിജയിച്ചാൽ പോരാ. ഇവിടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൂടെ വന്നിട്ടുള്ള ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ, നമ്മൾ എങ്ങനെയാണോ ബ്രോൺസ് ഡയറക്ടർ ആയത് ആ രീതിയിൽ അവരുടെ കൂടെ നിന്ന് അവരെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമുക്ക് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ 3 ഇൻകത്തിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത് ട്രാവൽ ഫണ്ട്, വേൾഡ് ടൂർ, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം. ഇവിടെ 2 ട്രിപ്പ് ഇയർലി നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതിൽ 2 ട്രിപ്പായിട്ടുള്ള ഏഷ്യൻ ട്രിപ്പ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ലെവലിലൂടെ സാധിക്കും. 3% കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലെവലാണ് സിൽവർ ഡയറക്ടർ എന്ന് പറയുന്നത്. അവിടെ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ആയിട്ടുള്ള LOB നമുക്ക് 18% കമ്പനി നേടിത്തരുന്നുണ്ട്. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്കൊക്കെ ഇൻകം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് 2 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിക്കുന്ന സമയത്ത് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഗോൾഡ് ഡയറക്ടർ. ആ സമയത്തും ഇത്രയും പറഞ്ഞ വരുമാനത്തിന്റെ അളവ് കൂടുന്നുണ്ടാവും. അടുത്തത് 3 കുടുംബത്തിലേക്ക്, നമ്മളെ കൂടെ വന്നിട്ടുള്ള 3 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് സ്റ്റാർ ഡയറക്ടറാണ്. അവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാർ ഫണ്ട് ഇവിടെ 5% നേടിയെടുക്കാൻ വേണ്ടി എവരി മന്ത് നമുക്ക് 80,000 രൂപ വരെ കമ്പനി തരാൻ വേണ്ടി സാധിക്കുന്ന, നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിൽ, ഏത് ലക്ഷറി ആഡംബര വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ EMI കമ്പനി കൊടുക്കാൻ വേണ്ടി റെഡിയാണ്, നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 4 വ്യക്തികളെ അല്ലെങ്കിൽ 4 കുടുംബത്തെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ലെവലാണ്. ഇവിടെയും ഒരു ട്രാവൽ ഫണ്ട് നമുക്ക് വീണ്ടും കൂടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇവിടെ നമുക്ക് തരികയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിൽ നിന്ന് 3 ലീഡർ പോയിട്ടുണ്ട്. ലണ്ടൻ അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 6 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിക്കുന്ന സമയത്ത് ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ലെവലാണ്. ഇവിടെ നമുക്ക് ഒരു സ്വപ്ന ഭവനം, വീട് വെക്കാനുള്ള ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 3%. ഈ ഫണ്ടുകളെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്, നിലക്കാത്ത വരുമാനമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ കൂടെ വരുന്നിട്ടുള്ള 8 അതിൽ കൂടുതലോ ആയിട്ടുള്ള 12 അല്ലെങ്കിൽ 16 കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന സമയത്ത് ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, അതുപോലെ തന്നെ ഡബിൾ ക്രൗൺ ഡയറക്ടർ, അതുപോലെ തന്നെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ 3 പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ എലൈറ്റ് ക്ലബ്ബ് ഫണ്ട് എന്ന് പറയുന്ന 2% കമ്പനി മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വരുമാനം ലക്ഷങ്ങളിലേക്ക് VMC മെമ്പറൊക്കെ ആവാൻ വേണ്ടി സാധിക്കും. എവറി മന്ത് നമുക്ക് 10 lakhന് മുകളിൽ
നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ VMCM മെമ്പറായിട്ട് മാറാൻ വേണ്ടി സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. ഇത്രയും നമുക്ക് വരുമാനമായിട്ട് നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട്. ഈ പറയുന്ന വരുമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ഫണ്ടിലൂടെ ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വപ്ന വാഹനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കാർ ഫണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. സ്വപ്ന ഭവനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൗസ് ഫണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും ഈ പറയുന്ന ഒരു 3 കാറ്റഗറിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വെൽനസ് റവല്യൂഷൻ ആണ്. പോൾസൺ പിൽസർ എന്ന് പറയുന്ന ഒരു US എക്കണോമിസ്റ്റ് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഓൾറെഡി നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ഓരോ പുസ്തകത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ട്രില്യൺ കോടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദി വെൽനസ് റവല്യൂഷൻ ആണ്. അതുപോലെ തന്നെ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് നമുക്കറിയാം ഇന്നെല്ലാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിരൽത്തുമ്പിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ 3 ഇൻഡസ്ട്രിയും നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും വന്നിരിക്കുന്നത് റൈറ്റ് ടൈമിലാണ്, റൈറ്റ് പ്ലേസിലാണ്, റൈറ്റ് അസോസിയേഷനിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസിഷൻ എടുക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ എല്ലാവർക്കും, അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും റിച്ച് ആൻഡ് ഫേമസ് ആവാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ സ്പീഡായിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നെ ഇങ്ങനെ ഒരു അവസരം തന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ബാക്ക് ടു MC ഭീമ മാം. താങ്ക് യു വിനോദ് സാർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ സാർ നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്തിരുന്നു. കമ്പനിയെ കുറിച്ചും ഇൻകം പ്ലാനിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് സാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനുള്ള നന്ദി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ക്ലോസിംഗ് സെഷൻ ആണ്. ഇനി ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ. അത് ഏറ്റവും ആപ്റ്റായ ഒരു പവർഫുൾ ലീഡറിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. സാർ കാസർഗോഡ് സ്വദേശിയാണ്. 20 വർഷമായിട്ട് ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. അവിടെ എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ്. സാർ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു. ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി വളരെ പാഷനായിട്ട് ഫാമിലിയോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സുരേഷ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാർ ഇതിനകത്ത് സ്റ്റാർ ഡയറക്ടർ വിത്ത് കാർ ഫണ്ട് അച്ചീവർ ആണ്. എന്റെ അപ്ലൈൻ കൂടിയായ സുരേഷ് സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം, അതിലേറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ഭീമ മാഡം. താങ്ക് യു വെരി മച്ച്. എന്റെ വോയിസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെ. നമ്മുടെ കേരള ലെവലിൽ തന്നെ ഫാസ്റ്റ് ഒരു ബിസിനസ് ഗ്രോയിങ് ചെയ്യുന്ന ബിസിനസ് എന്റർപ്രണർ ആണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ കാരണം ഇതാണ് നമ്മളെ കണ്ടല്ലേ, ഈ ബിസിനസ് തന്നെ ഇത് തന്നെയാണ്. ഓരോ ആൾക്കാർക്കും കിട്ടുന്ന ഓരോ എന്താ പറയാ നമ്മുടെ സന്തോഷങ്ങൾ അത് തന്നെ ഇവിടെയാണ്. പക്ഷെ നമ്മുടെ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ പ്രസന്റേഷൻ എല്ലാവരും കുറെ കാലമായിട്ട് കാത്തിക്കുന്ന പ്രസന്റേഷൻ ആയിരുന്നു നമ്മുടെ വിനോദ് സാറിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അല്ലെ, മിക്ക ആൾക്കാരും കാത്തിക്കുന്നതായിരുന്നു വിനോദ് സാറിന്റെ പ്രസന്റേഷൻ. എപ്പോഴും കുറെ ആൾക്കാർ ഷാജി സാറോട് ചോദിക്കുന്നുണ്ട്, എന്റെ ടീം എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ആൾക്കും എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ഇഷ്യൂസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ മാക്സിമം ആൾക്കാരും അദ്ദേഹത്തിന്റെ ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടില്ലേ, ഇൻകം പ്ലാൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ നമുക്ക് എല്ലാവരും ബിഗ് താങ്ക്സ് പറയേണ്ടതുണ്ട് ഇവിടെ വിനോദ് സാറിന്. തീർച്ചയായിട്ടും നമുക്ക് ചാറ്റ് ബോക്സിലൂടെ എല്ലാവർക്കും അറിയിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. കാരണം ഇങ്ങനത്തെ ഒരു സെഷൻ നമുക്ക് അറേഞ്ച് ചെയ്ത നമ്മുടെ എല്ലാ ലീഡേഴ്സിനും തീർച്ചയായിട്ടും വളരെ നന്ദി അറിയിക്കേണ്ടതാണ്. അപ്പോൾ എന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ മാഡം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. എന്നാലും ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ദുബായിലാണ്. ദുബായിൽ ശേഷം 20 വർഷത്തോളം ദുബായിലുണ്ട്. ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടില് കാസർഗോഡാണ്. 20 വർഷം മുമ്പേ ഇവിടെ വരുമ്പോ ഗൾഫില് ആ സമയമാണ് നല്ല എന്താ പറയാ 10-22 വയസ്സിലൊക്കെ വരുമ്പോ അറിയാലോ, ഒരു വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതായിരിക്കും വരിക അല്ലെ. കുറെ വർക്ക് ചെയ്യുന്നു, പൈസ കുറച്ച് നാട്ടിലേക്ക് ഇടുന്നു, കുറച്ചുകൂടെ ചെലവ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോവാണ്. ലൈഫ് ഇങ്ങനെ നീണ്ടു പോവാണ്. അതിനിടയിൽ ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്താന്നുള്ള ചിന്തകളൊന്നും വരുന്നില്ല. അതിനിടയിലാണ് എനിക്ക് നമ്മൾക്ക് വേണം ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ദുബായിൽ. വോയിസ് കട്ടാവുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഷക്കീർ ഭായിയുടെ പ്രശ്നമായിരിക്കും കേട്ടോ. ആർക്കും കട്ടാവുന്നില്ലല്ലോ വോയിസ്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിനിടയിലാണ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാന്.
ഓക്കെ, ഞാനൊരു ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. അറിയാലോ, നമുക്ക് ചെറിയ ബിസിനസ് എങ്ങനെ എത്ര സെറ്റപ്പിൽ പോകുന്ന ഒരാൾക്കും ചെറിയൊരു പാട്ട് മതി നമ്മുടെ എല്ലാം തകരാൻ വേണ്ടിയിട്ട്. ഗൾഫ് കൺട്രിയിൽ അല്ലെ, നാട്ടിലെ പോലെ അല്ലേ, നാട്ടിലാണെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാരെ സഹായിക്കാനോ സഹായമൊക്കെ തേടാനൊക്കെ പറ്റും. ഇവിടെ യാതൊരു നിയമങ്ങൾ നമ്മളൊന്നിനും സമ്മതിക്കത്തില്ല. ആ സമയത്താണ് എനിക്ക് ബിസിനസ് ആയിട്ട് വരുന്നത് ഒരാൾ, ഞാൻ ഈ ബിസിനസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ ഇത്ര പരിചയമുള്ള ആള് തന്നെ, കണ്ണൂരുകാർ തന്നെ, എന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയാണ്. അപ്പൊ പക്ഷെ അതിൽ എനിക്ക് അവര് 3 മാസമാണ് എന്റെ പിറകെ അതിനു വേണ്ടി ഇൻവിറ്റേഷൻ കൊണ്ട് വന്നത്. 3 മാസം അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ പിന്നെ ഒരാഴ്ച ആളോട് പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. 3 മാസം ഞാൻ പിന്നെയാണ് തീരുമാനം എടുത്തത്. 3 മാസത്തിൽ അതിനുശേഷം അറ്റൻഡ് ചെയ്ത്, എന്നിട്ടും തീരുമാനം എടുത്തില്ല കേട്ടോ. അപ്പൊ അവർ എനിക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ഐ ഡിയിൽ കൊടുത്ത നെയിമും കറക്റ്റ് അല്ല. ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമില്ലാതെ കൊടുത്ത ഐ ഡി നെയിമാണ്, അതും കറക്റ്റ് അല്ല. പിന്നെ ഷാജി സാർ പറഞ്ഞു, ഷാജി സാറൊക്കെ മെയിലൊക്കെ അയച്ചിട്ടാണ് ക്ലിയർ ആക്കി തന്ന ആ സമയത്ത്. ഐ ഡി ഒക്കെ രണ്ടാമത് ക്ലിയർ ചെയ്യാൻ ചെയ്തത്. അപ്പൊ അത്രയ്ക്കും ഇഷ്ടമില്ലാതെ വന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ഞാൻ ഇതില് എല്ലാവരും ഇത് കേൾക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മിക്ക ആൾക്കാർ എന്തിനാണ് എനിക്കിത് എന്നുള്ളത് തോന്നും അല്ലെ. പറയാറുണ്ട്, നമുക്ക് ഒരു 40 ഏജ് ഒക്കെ കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എന്തൊക്കെ വേണമെന്നൊരു ഒരു ചിന്ത മനസ്സിൽ വരിക എന്നുള്ള പറയുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമല്ല. പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ അനുഭവം അതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് കുറെ എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ. അപ്പൊ ഇതില് അങ്ങനെ ഞാൻ 1-2 പ്ലാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റത്തെ പ്ലാൻ കേട്ടിട്ടുണ്ട്. സെക്കൻഡ് പ്ലാൻ ഒക്കെ കേട്ടതിന്റെ ഞാൻ ഇരിക്കുന്നതിന്റെ ഒരു പിന്നെ ഡ്രസ്സും ഒരു ഇതൊക്കെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഞാൻ ഇരിക്കുന്ന സ്റ്റൈലൊക്കെ ഷാജി സാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആഫ്റ്റർ ബിഫോർ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിന്റെ ഫോട്ടോ ഇടാനുണ്ട്. അതിന്റെ കൂടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് നാണം കെടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും. കാരണം കേട്ടോ, അതങ്ങനെ ഇല്ല. കാരണം ഒരാവശ്യമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണത്. ഒരു ആവശ്യമില്ല അവിടെ ബിസിനസ്സിന് അങ്ങനെ ഇരിക്കാൻ. എന്നിട്ടും എനിക്ക് പിന്നെ 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മനസ്സിലായില്ലേ. ഞാൻ വേറെ കാര്യമുണ്ട്. ഞാൻ ഈ സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ കസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ അവര് 2 വർഷം റൺ ചെയ്യിച്ചു. ഞാൻ ഇതിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവര് അവിടെ വലിയൊരു 18 ലക്ഷം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ്. 2 വർഷം കൊണ്ട് പൂട്ടി. പക്ഷെ 1 വർഷം കൊണ്ട് പൂട്ടാൻ വെച്ചതാണ്, 2 വർഷം കൊണ്ട് പൂട്ടി. കാരണം എന്താ, 1 വർഷം കൊണ്ട് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിൽ അവർ റിലേറ്റീവിനൊക്കെ ജോലിക്ക് എടുത്തു, മറ്റുള്ള ഷോപ്പുകൾ വർക്ക് ചെയ്യുന്ന റിലേറ്റീവ്സിനെ എടുത്തു. അവർക്ക് വേറെ ജോലി ഉണ്ടാക്കി കൊടുത്താൽ ഇതൊക്കെ പൂട്ടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ റിലേറ്റീവ് പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ 1 വർഷം അങ്ങനെ വീട്ടിക്കൊണ്ടുകൊണ്ടി വന്നു. എന്നിട്ട് 2 വർഷം കൊണ്ട് അത് കൂട്ടി ഒരുപാട് നഷ്ടങ്ങൾ വന്നു. പക്ഷെ എന്റെ ബിസിനസ് ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അതില് പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ മീറ്റിംഗ് ആയിട്ടും ഓരോ കാര്യങ്ങൾ പറ്റി. പക്ഷെ എനിക്ക് ഡ്രീം ഇല്ലാത്ത വ്യക്തി തന്നെയായിരുന്നു. ഡ്രീം ഉണ്ടായിരുന്നില്ല. ഇതിൽ വന്നിട്ട് അവൻ ഡ്രീം എന്നുള്ളൊരു സെഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ സെഷനാണ്. ഡ്രീം സെഷൻ അറ്റൻഡ് ചെയ്തു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് എന്തിനാ ഡ്രീം അല്ലെ. ഡ്രീം നമുക്ക് ശരിക്കും പിന്നെ മറ്റാൾ കൊണ്ടു തരേണ്ടേ അല്ല. പക്ഷെ ചിലവർക്ക് ഡ്രീമിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്തവർക്ക് നമുക്ക് ഡ്രീമിന്റെ ഇതൊരു സെഷൻ കേൾക്കുമ്പോൾ ആ ഡ്രീം എന്നൊരു സെഷൻ കിട്ടി. അപ്പൊ അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കണം, അതൊക്കെ മൈൻഡിലായിരുന്നു കേട്ടോ, മൈൻഡിലായിരുന്നു. പക്ഷെ കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റും, ബിസിനസ് സഹായിക്കാൻ എന്നൊരു അവസരം ഒക്കെ കുറെ കാര്യങ്ങൾ അതിൽ അറിയാൻ പറ്റി. അപ്പോ തീർച്ചയായിട്ടും ഞാനും വൈഫ് ഇതിൽ സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ എനിക്ക് പിന്നെ ഭീമ മാഡം 2-3 സെഷനിൽ പറഞ്ഞ പോലെ അകത്തെ കഴിക്കുന്നൊന്നും ഞാനും വാങ്ങിയിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ. കാരണം എനിക്കറിയില്ലല്ലോ ഇതിനെ കുറിച്ചിട്ട്. പിന്നെ ഇതിൽ വന്നേ പിന്നെ ഫുഡ് സപ്ലിമെന്റ് എന്താണോ, വെൽനസ് എന്താണോ, എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് ഹെൽത്തിയാണ്, അത് ചിന്തിക്കുന്നില്ല. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ബിസിനസ് ആയിട്ട് ഇതിന്റെ ഹെൽത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറെ കാലമായിട്ട് 2-3 ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് സപ്ലിമെന്റ് എടുത്തപ്പോൾ അത് ക്ലിയർ ആയി. കൈ കുറച്ച് പൊക്കാൻ പറ്റി. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. കൈ പോകുമ്പോൾ ഭയങ്കര പെയിൻ വരുന്നത് പറ്റിയില്ല. പക്ഷെ ഇവിടെ ഫ്ലാക്സ് ഓയിലും ഗനഡോർമ യൂസ് ചെയ്തപ്പോൾ അത് ക്ലിയർ ആയി. പിന്നെ മൗത്ത് അൾസർ ക്ലിയർ ആയി, അതിൻ്റെ കൂടെ നീമൊക്കെ ആഡ് ചെയ്തപ്പോൾ. പക്ഷെ ഇതൊക്കെ ആയിട്ട് നമ്മൾ വലിയ വിശ്വാസം വന്നു. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ആയിട്ട് ഇതിനെ തെരഞ്ഞെടുത്തു. ബിസിനസ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടും വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ സ്ലോലി ആയി ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ കുറച്ച് മാസം 8%, 12% അങ്ങനെ ലഭിക്കുന്നു. ഞാൻ മനസ്സിലായില്ലേ. ആദ്യ മാസം 8% ആയി, വളരെ ഈസിയാണ്. 8% എന്ന് അറിയാലോ, ഒരു 300 പോയിന്റ് വരുമ്പോഴേക്കും 8% ആയി ഫാസ്റ്റ് ആയിട്ട് സിംഗിൾ മന്തിൽ. അത് കഴിഞ്ഞ് കുറച്ച് 12% എത്തുന്നു. പിന്നെ നല്ലൊരു പിന്നെ വൈഫിന്റെ പിന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ സോഫി ഡോക്ടർ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പേര് 2-3 പേരുള്ള അസോസിയേറ്റ് ചെയ്യുന്നു. ഞാൻ ബ്രോൺസ് ഡയറക്ടർ ആയിട്ട് ആവുന്നു അല്ലെ. നെക്സ്റ്റ് മന്ത് ബ്രോൺസ് ഡയറക്ടർ ആവുന്നു. പിന്നെ കുറച്ച് 2 മാസം കഴിയുമ്പോഴേക്കും ഒരു ഫാമിലിയിലോട്ട് ഇൻകം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷമായി. അവർക്ക് ഇൻകം എത്തിയപ്പോൾ അവർ വളരെ സീരിയസ് ആയിരുന്നു. ഞാൻ സിൽവർ ഡയറക്ടർ നിലവിലെത്തുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഗോൾഡ് ഡയറക്ടർ നിലവിലെത്തുന്നു. 2 ഫാമിലിയിലോട്ട് ഇൻകം എത്തിച്ചു, ഗോൾഡ് ഡയറക്ടറായി. പിന്നെ സ്റ്റാർ ഡയറക്ടറായിട്ട് കാർ ഫണ്ട് അച്ചീവ് കൂടിയായി. വളരെ വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം ഈ ലെവലിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്ന് വെച്ചാൽ വളരെ സന്തോഷമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് ട്രാജഡികൾ ഉണ്ടായി. കാരണം മനസ്സിന് നമുക്ക് സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും വലിയ ട്രാജഡി ഉണ്ടായെന്ന് വെച്ചാൽ, നല്ല വലിയ കത്തിക്കയറുന്ന ടൈമായിരുന്നു. ബിസിനസ് കത്തിക്കയറുന്ന ടൈമിൽ കുറച്ച് ടീമുകൾ അവര്
പിന്നെ ബിസിനസ്സിൽ എന്താ പറയുക വേണ്ടെന്ന് വെച്ച ഒരു തീരുമാനം, കുറച്ച് ആൾക്കാർ വേണ്ടെന്ന് വെച്ചു. പക്ഷേ വേണ്ടാന്ന് വെച്ചപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് മൈൻഡ് പോയി. പക്ഷെ ഞാൻ ഉടനെ ഇരുന്ന് എന്റെ ആക്റ്റീവ് അപ്ലൈനെ ഷാജി സാറിനോട് പെട്ടെന്ന് അപ്പണ്ണ ഇരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാം ക്ലിയർ ആക്കി തന്നു. ഇതല്ല ബിസിനസ് നിങ്ങളുണ്ടോ, നിങ്ങളുടെ ആക്റ്റീവായിട്ട് ലീഡേഴ്സ് ഉണ്ടോ, നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ബിസിനസ് വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുവരാം. സുരേഷിന് വേറൊരു മിസ്റ്റേക്ക് കൂടി പറ്റിയിട്ടുണ്ട് ഇവിടെ. സുരേഷിന് കൂടെ ഒരു ഭാഗ്യം ആദ്യം വന്നിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ കൂടെ വന്നപ്പോൾ സുരേഷ് ആ ബിസിനസ് പഠിച്ചിരുന്നില്ല. ഒരാൾക്കും സുരേഷിനെ ഹാൻഡിൽ ചെയ്യുന്ന ലെവലിൽ എത്തിയിട്ടില്ല. സുരേഷ് എന്ത് ചെയ്യാ, ഒന്നും വേണ്ട സുരേഷ്, അവര് പോയത് നിന്റെ ഭാഗ്യത്തിനാണെന്ന് പറഞ്ഞു. കാരണം നീ ഇനിയും കുറെ ആൾക്കാർ വന്നാൽ എല്ലാവരും ഒന്നിച്ചു പോകുന്നതിനേക്കാൾ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പൊ പോയിട്ടുള്ളൂ. കാരണം ഈ ഒരു കുറച്ച് മാസങ്ങൾ ഇരുന്ന് നീ പഠിക്കുക ബിസിനസ്. ഇനി വരുന്നവരെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കേട്ടുകൊണ്ട് ഞാൻ എല്ലാം ബിസിനസ് പിന്നെ ഓരോ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. പിന്നെയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ല ഗ്രോത്ത് ആയിരുന്നു. അവര് പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ എത്തിയിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയോ പിന്നെ ആൾക്കാരുടെ മുമ്പിൽ പോകുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. ഷാജി സാറിന് അറിയാം, എന്നെ നേരിട്ട് കണ്ട ആളാണ് അല്ലെ. അപ്പോ ഇതിന്ന് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. എന്റെ ചേഞ്ചസ് കണ്ടതോടെ എനിക്കും പിന്നെ എന്റെ കൂടെ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടാതെ ഈ പിന്നെ ഹെൽത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഈ സംസാരിക്കുന്ന വ്യക്തി സുരേഷ് ആണെന്ന് ഇന്നാള് ഇപ്പൊ ഷാജി സാറിന് ഒരു വോയിസ് ഇട്ടായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ വോയിസ് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഇത് സുരേഷ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് തന്നെ ഇട്ടായിരുന്നു. എന്റെ ഇവിടെ ഫസ്റ്റ് ജോയിൻ എന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട്. പക്ഷെ അവൻ ജോയിൻ ആയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടായിരുന്നു. അവന് പിന്നെ ജോലി തിരക്ക് കാരണം വിട്ടുന്നു. ഇപ്പൊ അവൻ വേസേക്കാണ്. ഞാൻ അന്നും കൂടി ഉണ്ടായിരുന്നു, ഞാനിപ്പോ എനിക്ക് നല്ല ലെവലിൽ എത്തിപ്പോയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പല ആൾക്കാരും ലേറ്റ് ആവുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, എന്നെ കേൾക്കാത്തവർക്കൊന്നും ഞാൻ ഇപ്പോഴും അവസരം കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു നല്ലൊരു ഇതിലോട്ട് എത്തിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് തേടി വരട്ടെ എന്നുള്ളതൊന്നും. പക്ഷെ ആ തീരുമാനം ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ കാരണം ആ പ്രൊഡക്റ്റിന്റെ വിശ്വാസമാണ്. എന്റെ കൂടെ വന്ന അപ്ലൈൻ, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അപ്ലൈൻസ് അവരുടെ വിശ്വാസമാണ്, കമ്പനിയുടെ വിശ്വാസം. പിന്നെ വിന്നിംഗ് ടീം എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കമ്പനി 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കമ്പനിയിൽ ഞാൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് വിന്നിംഗ് ടീം സിസ്റ്റം എന്നത് ഒരുപാട് സ്ട്രക്ചറലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ആർക്കാണ് വേണ്ടത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഏതൊരാളും എനിക്ക് വിജയിക്കണം എന്ന് പറഞ്ഞ പറ്റുന്ന തീരുമാനം എടുത്തവർക്ക് ആർക്കൂടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിത് ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് നോക്കും. ഇതിനകത്ത് ഇറങ്ങി ചെന്നാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാൻ. ഞാൻ ഇപ്പോഴും പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വൈഫ് ഫുൾ ടൈം ആയിട്ട് ബിസിനസ്സിൽ എന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഈ കമ്പനിയിൽ ഞാനിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല. ആ കമ്പനിയിൽ എനിക്ക് ഓരോ മാസവും എല്ലാ മാസവും ഞാൻ കമ്പനി ഇടയ്ക്ക് എന്താ സ്ട്രെസ് ആയിട്ട് ആംബുലൻസ് വിളിക്കാത്ത മാസങ്ങളില്ലെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അത്ര സ്ട്രെസ്സിലാണ് വർക്ക് സ്ട്രെസ് അതൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ഈ വെസ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഹെൽത്ത് സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റ് ആയിരിക്കാം, അല്ലാതെ എനിക്ക് നമ്മുടെ ടീമിൽ എനിക്കൊരു വിശ്വാസം ആയിരിക്കാം. കാരണം പ്രസന്റ്ലി എനിക്ക് കമ്പനി പഴയ പ്രഷറിനെക്കാളും കൂടുതൽ പ്രഷർ കമ്പനിയിലുണ്ട്. എന്നിട്ടും എനിക്ക് ആ പ്രശ്നമില്ല. കാരണം എനിക്കിപ്പോ ഒരു വിശ്വാസമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ബിസിനസ് നാട്ടിൽ റൺ ആവുന്നുണ്ട്. ഇവിടെ അല്ലെങ്കിൽ എനിക്ക് അവിടെയും പോയാലും എനിക്ക് വിജയിക്കാൻ പറ്റും, സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ, കോൺഫിഡൻസ്. മനുഷ്യനെ ഓരോ ആൾക്കാരും എത്ര കാശുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കാര്യമില്ല, നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ട ഒരു കോൺഫിഡൻസ്, ഇനി എന്താന്നുള്ളത് അല്ലേ. എപ്പോഴും ഇനി എന്താന്നുള്ളത് നമ്മൾ മൈൻഡ് ചോദിക്കും, അറിയാൻ ചോദിക്കും കേട്ടോ, മൈൻഡ് ചോദിച്ചു പോകും അല്ലോ. ചില സെക്കൻഡിൽ നമുക്ക് ഇനി എന്താന്നുള്ള ആൻസർ പറയാൻ പറ്റാത്തവരാണ് നമ്മൾ വേറെന്തോ രീതിയിലോട്ട് പോകുന്നത്. ഇനി എന്താന്നുള്ള ആൻസർ പറയാൻ പലപ്പോഴും അവർ മൈൻഡിൽ പറ്റത്തില്ല. പക്ഷെ ഈ വെസ്റ്റിജിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഇനി എന്തായാലും ക്വസ്റ്റ്യന് അവിടുത്തെ ആൻസറും ഉണ്ട്. അപ്പൊ എനിക്ക് ആ ആൻസർ ആയിരിക്കും എന്നെ ഇപ്പോഴും ഇത്രയും ഈ സപ്പോർട്ടീവായിട്ട് എന്റെ വർക്കിനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇവിടെയുള്ള ചേഞ്ചസ് എനിക്ക് അവിടെയും വന്നു, അവിടെ ചില പ്രൊമോഷൻസും ഒക്കെ കിട്ടി. കാരണം ഇവിടെയുള്ള ട്രെയിനിങ്സ്, ഇങ്ങനെ സംസാരിക്കുന്ന ട്രെയിനിങ്സ്, നമ്മൾ ഇതേ ലെവലിൽ എനിക്ക് എന്റെ ടെക്നീഷ്യൻ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പിന്നെ കമ്പനിയുടെ വിശ്വാസങ്ങൾ, പിന്നെ പ്രൊഡക്റ്റിന്റെ വിശ്വാസങ്ങൾ ഒക്കെ കാര്യങ്ങൾ വന്നു. അങ്ങനെ ഞാൻ ഷാജി സാറാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ പിന്നെ നമ്മൾ പലപ്പോഴും ഈ പ്ലാനൊക്കെ കിട്ടും എന്ത് ചെയ്യണമെന്നൊരു സ്റ്റക്കപ്പ് പോയിന്റ് ആണ്, വളരെ സ്റ്റക്കപ്പ് പോയിന്റ്. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ കൊണ്ടുവന്നു, പിന്നെ ഷാജി സാറിന്റെ പ്ലാൻ 5 പ്രാവശ്യം കേട്ടു, ഞാൻ എന്ത് ചെയ്യണം എന്നില്ല, സ്റ്റക്കപ്പ് പോയിന്റ്. പക്ഷെ ഷാജി സാർ എന്നോട് പറഞ്ഞത് കാര്യങ്ങൾ, സുരേഷ് പ്ലാൻ കേട്ടില്ലേ, നിങ്ങൾ ഒരു 100 പേര് ലിസ്റ്റ് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ 100 പേര് ലിസ്റ്റ് ഉണ്ടാക്കിയത് മാത്രമല്ല, ഷാജി സാർ പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തു. കാരണം എനിക്ക് ആ അപ്രീസിയേഷൻ എന്തായാലും കിട്ടും, ഞാൻ ഷാജി സാർ പറഞ്ഞതിനേക്കാളും ചെയ്താല് അല്ലേ. അദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ. ഞാൻ പറ്റുന്ന ആൾക്കാരെ മൊത്തം വിളിക്കുകയും ചെയ്തു.
നല്ലൊരു കമ്പനിയിൽ ജോയിൻ ആയിട്ടുണ്ട്, നല്ല പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, വളരെ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ മിക്ക ആൾക്കാരും വേണ്ടെന്ന് പറഞ്ഞു. ഷാജി സാറിന് ലിസ്റ്റ് വൈകുന്നേരം വിളിച്ചു, ലിസ്റ്റ് ഉണ്ടാക്കി കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചവരൊക്കെ എന്താ പറഞ്ഞു ചോദിച്ചു, അദ്ദേഹം മനസ്സിലായി. തീർച്ചയായിട്ടും നമ്മുടെ ഈ അപ്ലൈൻ എന്താ പറയുന്നത് അതുപോലെ തന്നെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. കാരണം ഞാൻ ആ ജോയിൻ ചെയ്ത സ്റ്റാർട്ടിങ്ങിലായിരുന്നു ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്, എന്നോട് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ലിസ്റ്റ് എനിക്ക് അയച്ചു തരാൻ ഷാജി സാറിന് കാണിച്ചിരുന്നെങ്കിൽ അവരെയൊക്കെ നമ്മുടെ മീറ്റിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നമ്മൾ ആദ്യം ബിസിനസ് ആ സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല, ബിസിനസിന്റെ മീറ്റിങ്ങുകൾ കൂടെ കേട്ടിട്ടില്ല. സ്റ്റാർട്ടിങ് 1-2 ദിവസത്തിനകത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അപ്ലൈനായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾക്ക് വളരെ ഫ്ലോ ആയിട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ കറക്റ്റ് ഒഴുകി പോകാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴാണ് അവിടെ ഓപ്പോസിറ്റ് ഒഴുക്കുണ്ടാക്കാൻ പറ്റുന്നത്? വളരെ കഷ്ടമായിരിക്കും നീന്തി പോകാൻ വേണ്ടിയിട്ട്, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഓൾറെഡി നമ്മുടെ ഇത്ര വലിയൊരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ, നല്ല ഓർഗനൈസേഷൻ. ഇത് ഓൾറെഡി ഫ്ലോ ഉണ്ട്, അതേ ഫ്ലോയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം നമുക്കറിയാം, ഷാജി സർ എപ്പോഴും പറയുന്നത്, ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ എന്തായാലും പിന്നെ ഒരു ഡിസ്റ്റിനേഷൻ എഴുതിയിട്ടുണ്ടാവും, എവിടെ എത്തണ്ടേ എന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ? അവിടെ ആയിരിക്കും നമ്മൾ ലക്ഷ്യം, അവിടെ അല്ലേ ഇറങ്ങുകയുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളെല്ലാവരും ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്, അവിടെ അല്ലാതെ അതിന് വെച്ച് ഇടയ്ക്ക് വെച്ച് ഉറങ്ങരുത്, ഇറങ്ങിപ്പോകരുത് കേട്ടോ. ചിലവര് ബസ്സിൽ ഉറങ്ങിപ്പോകുന്നുണ്ടാവാം, ഉറങ്ങിപ്പോയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ചിലപ്പോൾ ലൊക്കേഷൻ മാറി ഇറങ്ങേണ്ടി വരും. ഉറങ്ങാതെ നമ്മൾ കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും പറ്റും. ചിലപ്പോൾ എനിക്കുണ്ട്, ഞാൻ ബസ്സിൽ കയറി ഉറങ്ങിപ്പോവും, പെട്ടെന്ന് ചിലവർ കണ്ടിട്ടില്ല, പെട്ടെന്ന് ഉറങ്ങി എഴുന്നേറ്റ് അവിടെ ഇറങ്ങിക്കളയും. എത്തേണ്ട സ്ഥലമായിരിക്കില്ല, അപ്പൊ അത് വഴിയായിരിക്കും ഇറങ്ങുക. കണ്ടക്ടർ പിന്നെ ക്ലീനർ വെല്ലടിക്കുന്ന ടൈമിൽ അറിയാതെ ഇറങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ചിലവർ പെട്ടെന്ന് വിട്ടു പോകാറുണ്ട്. പക്ഷെ അങ്ങനെ പോകരുത്. നിങ്ങൾ ലക്ഷ്യസ്ഥാനം എത്തുന്ന വരെ എത്ര ആയാലും നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് വരെ ഇത് തന്നെ ഇരിക്കുക. അതുകൊണ്ട് എന്തായാലും ആരാണ് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നത് അവർക്ക് എന്തായാലും ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ചേഞ്ചസ് എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ കേട്ടോ. ഞാനിപ്പോൾ ഇന്റേണൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാം, സംസാരിക്കാനുള്ള കഴിവുകൾ, ആൾക്കാർ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കണേ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്റ്റേണൽ ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഇരിക്കുമ്പോഴോ ഒക്കെ മീറ്റിംഗിൽ പോകുമ്പോൾ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുത്തില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ ആദ്യ ഡ്രസ്സിംഗ് സ്റ്റൈലും ഷാജി സാർ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഇപ്പോൾ കുറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ കുറച്ച് ചേഞ്ചസ് ഓട്ടോമാറ്റിക് വരും കേട്ടോ. അത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഒരു ഓട്ടോമാറ്റിക്കായി നമ്മൾ ഇതിലോട്ട് അച്ചടക്കത്തിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് ഓട്ടോമാറ്റിക് വരും. തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഇതിൽ കുറെ സമയമായിട്ടുണ്ട് കേട്ടോ, 10-15 മിനിറ്റ് ആയി എടുക്കണേ. എന്നാലും പിന്നെ എല്ലാവർക്കും ഇതിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും. സീരിയസ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും പറ്റും. ഇപ്പോഴും 97 പേര് ഇരിക്കുന്നുണ്ട്. 130-140 പേരുണ്ടായിരുന്ന ഇതാണ്, ഇപ്പോഴും 97 പേര് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്ന 97 പേരും പിന്നെ ഞാനും എന്നോട് തന്നെ പറയാറുണ്ട്, എല്ലാവരോടും പറയാണ്, നമ്മുടെ ഈ ബിസിനസ്സിനെ ചെറുതായിട്ട് കാണരുത്. വളരെ വലിയ ബിസിനസ്സാണ്, വെരി ഫാസ്റ്റ് ആയിട്ട് പോകേണ്ട ബിസിനസ്സാണ്. ഇപ്പൊ എനിക്കിന്ന് ഇവിടെ ദുബായിൽ ഇരുന്നു കൊണ്ട് ഞാൻ നാട്ടിൽ ഒരുപാട് ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. ഇതിലെനിക്ക് ട്രാവൽ ഫണ്ട് കിട്ടുന്നുണ്ട്, കാർ ഫണ്ട് കിട്ടുന്നുണ്ട്, അതുപോലെ ബോണസ് ഒരുപാട് നമ്മുടെ 8 കോളുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഹൗസ് ഫണ്ട്, ഇലക്ട്രിക് ബോണസ്, അതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബോണസ് വരുന്ന പേജ് ചെക്ക് ചെയ്യുക. അത് എവിടെയൊക്കെ നിങ്ങൾക്ക് കോളം ഫില്ല് ആയിട്ടുണ്ട്, അടുത്ത കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വന്നൊരു 5% 8% എത്തിക്കുക, 8ൽ ഒരു 12ഉം അതുപോലെ ബ്രോൺസും എത്തിക്കാൻ വരിക. തീർച്ചയായിട്ടും ഞാനും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്കൊന്നും ഗ്രോ വന്നിട്ടില്ല, വരില്ല. കാരണം നമ്മളെ മൈൻഡ് സെറ്റ് എപ്പോഴാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ ഗ്രോ മൈൻഡ് സെറ്റ് വരും. അത് എന്നാണ് എന്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയത്, നമ്മുടെ കൂടെ വന്ന ഒരാൾക്കും കൂടി ഇൻകം വാങ്ങി കൊടുക്കണം, എന്നാൽ മാത്രമേ എനിക്ക് വരുള്ളൂ. ഷാജി സാർ എന്നോട് പലപ്പോഴും പറഞ്ഞപ്പോഴും ഞാൻ ബിസിനസ് എന്റെ മൈൻഡ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് എനിക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ മനസ്സിലായി, നമ്മുടെ കൂടെ വന്നപ്പോൾ വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ നമുക്ക് വരുമാനം വന്നു. അത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് എന്റെ കാര്യത്തിൽ. നമ്മുടെ കൂടെ വന്ന ഒരുപാട് ഓർഗനൈസേഷൻ, ഒരുപാട് ആൾക്കാർ നല്ല പിന്നെ വരുമാനം വാങ്ങുന്നത്. ഇപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഭീമയുടെ ആയിക്കോട്ടെ, ഭീമയുടെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഓർഗനൈസേഷനിൽ നല്ല വരുമാനത്തിലെത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ, ഷാജി സാറിന്റെ ഓർഗനൈസേഷൻ ഒരുപാട് ആൾക്കാർ ഇത് വരുമാനം വാങ്ങുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മൾ പ്രൂഫ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മള് അവിടെ പിന്നെ കുറെ ആൾക്കാർ വരുമാനം വാങ്ങുന്നു, ഇവിടെ വരുമാനം വാങ്ങുന്നു, അങ്ങനെ എല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് സെഷൻ വെക്കുന്നുണ്ട്. 11 മണിക്ക് ട്രെയിനിങ് സെഷൻ, സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ വെക്കുന്നുണ്ട്. ആർക്കൊക്കെ ഇമ്പ്രൂവ് ആവണം, ആർക്കൊക്കെ MCയിലോട്ട് പോകണം, പ്ലാൻ, അതൊക്കെ ഷാജി സാർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോഴും എനിക്ക് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ കമ്പനിയൊക്കെ ഇതിന്റെ ചെറിയൊരു ഇത് വെക്കുമ്പോൾ വലിയ കമ്പനിയാണ് എന്റെ കമ്പനി, പക്ഷെ ഇതിന്റെ ഇങ്ങനെ ചെറിയ സെഷൻ പോലും ചെയ്തില്ല. ഇപ്പൊ നമ്മുടെ ചെറിയൊരു ഈ ഓർഗനൈസേഷനിൽ ഇത്ര വലിയ ട്രെയിനിങ് സെഷൻ അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് സഹായമുണ്ട് നമ്മുടെ ഷാജി സാറിന്റെ ഓർഗനൈസേഷൻ. എല്ലാം കൂടിയാകുമ്പോൾ ഏതൊരാൾക്കൂടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഒറ്റ വാക്കേ ഉള്ളൂ,
ഏതൊരാൾക്കും ഇവിടെ ഫാസ്റ്റ് ഗ്രോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അപ്ലൈനായിട്ട് കണ്ടിന്യൂ കോൺടാക്ട് ചെയ്യുക. അപ്ലൈന് വിടരുത്. എത്ര മാത്രം അപ്ലൈനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഷാജി സാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന് കോൾ ചെയ്തിട്ടുണ്ടാവും, പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഡിസ്റ്റർബ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എത്ര മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും പിന്നെ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും, 1 മണിക്കൂറായിരിക്കാം, എപ്പോഴായാലും റിപ്ലൈ ചെയ്തിരിക്കും. പക്ഷെ അതേ കോപ്പി ഞാനും ചെയ്യുന്നുണ്ട്. ഒരാളെ മെസ്സേജ് പോലും ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ, ഒഴിവാക്കാറില്ല. എല്ലാവരും മെസ്സേജ് റിപ്ലൈ ചെയ്യും. കാരണം അദ്ദേഹം എന്താ ചെയ്തത് അത് ഞാൻ ചെയ്യും. പക്ഷെ എന്റെ കൂടെ വന്നവരും അതേപോലെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എനിക്കും പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജി സാർ, സുരേഷ് കുറച്ച് ലെവലിൽ എത്തുമ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോ എന്റെ ഡയറക്റ്റ് അപ്ലൈൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ഷിപ്പ് ആവും, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവും. അപ്പൊ ജസ്റ്റ് അടുത്ത അപ്ലൈനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അടുത്ത 2-3 അപ്ലൈന്റെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യത്തെയും ഇഷ്ടമായി, രണ്ടാമത്തെ ഇഷ്ടമായില്ല, മൂന്നാമത്തെ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് അപ്പൊ എന്തോ നോക്കാനുണ്ട്. ഇവിടെ പിന്നെ മണിച്ചിത്രമായിട്ടുള്ള ഇതുപോലെ സൂക്ഷിച്ചു നോക്കുന്ന എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്റെ കുഴപ്പം തന്നെയാണ് അല്ലെ? സൂക്ഷിച്ചു നോക്കി എന്തോ ഒരു കുഴപ്പമില്ലെന്നില്ലേ? അതേ സംഭവമാണ് കേട്ടോ. അപ്പൊ എന്റെ തന്നെ കുഴപ്പമാണത്. ഒരാളെ ശരി, രണ്ടാളെ ശരി, മൂന്നാളെ ശരിയില്ല. അപ്പൊ ഞാൻ തന്നെ പ്രതി എവിടെ? അപ്പോ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കിയിരിക്കണം അല്ലെ? അപ്പോ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ കൂടെ വന്ന മനസ്സിലാക്കിക്കൊണ്ട് ഈ സിസ്റ്റം, വിന്നി ടീമിന്റെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പല ആൾക്കാർ ചെയ്യുന്നത്, ഞാൻ അടക്കം ചെയ്തിരുന്നത്, ആൾക്കാരെ തേടി പോവുക, പ്രൊഡക്റ്റ് കുറച്ച് എങ്ങനെയെങ്കിലും PV കയറ്റുക എന്നുള്ള. അതൊന്നുമല്ല ബിസിനസ്. ലീഡർഷിപ്പ് ബിസിനസ് ആണെന്നല്ലേ എനിക്ക് ഒരുപാട് ഇത് മീറ്റിംഗ് അറ്റൻഡ് മനസ്സിലായി. നമ്മളെ കൂടെ ഒരു 5-6 ലീഡേഴ്സ് ഒരു 6 മാസം കൊണ്ട് വേണ്ട, 1 വർഷം കൊണ്ട് വേണ്ട, മല്ലേ ചെയ്താൽ മതി. 5-6 ലീഡേഴ്സ് നമ്മുടെ കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ചിലപ്പോ ബിസിനസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോരാ, നമ്മുടെ ബിസിനസ് അവിടെ സ്ട്രോങ് ആണ്. നിങ്ങളെക്കാളും ഇൻകം വാങ്ങുന്ന കുറച്ച് പേര് നിങ്ങൾ താഴെ വന്നിട്ടുണ്ടെങ്കിൽ സേഫ് ആണ്. എന്നെ ഇവിടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആള്, ഞാൻ ബ്രോൺസ് സിൽവർ ഒക്കെ ആവുന്ന പിന്നെ ആയപ്പോഴേക്കും സിൽവർ ഗോൾഡ് ഒക്കെ ആയി. അവർക്ക് ആ ലെവലിൽ എത്തിയിട്ടില്ല. അവരെന്താ ചെയ്തത്? അവര് ബിസിനസ് സ്കിപ്പ് ചെയ്താണ് ചെയ്തത്. കാരണം എന്റെ അടുത്ത പറയുന്ന ആള് എന്നെക്കാളും ഉയരത്തിൽ പോയി. ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യം, ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല എന്നിട്ട് ആള് പോയതാണ്. പക്ഷേ അവരൊക്കെ ഇത് ബിസിനസ് മനസ്സിലായില്ല. സുരേഷിന് ഒരു ഇൻകം വാങ്ങി കൊടുക്കുമ്പോൾ സുരേഷ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്റെ ബിസിനസ് അവിടെ സേഫ് ആണെന്നല്ലോ മനസ്സിലാക്കാനല്ല എന്നെ കൊണ്ടുവന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ അവിടെ സ്കിപ്പ് ചെയ്തു. പക്ഷെ എന്റെ കൂടെ വന്ന ഒരാളും വരുമാനം വാങ്ങുമ്പോൾ ഞാൻ അത് വളരെ ഹാപ്പിയാണ്. അവർക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ റെഡിയാണ്. എത്ര അപ്രിഷിയേറ്റ് ചെയ്താലും എത്ര ഉയർത്തി കൊണ്ടുവരാനും വളരെ റെഡിയാണ്. ഞാൻ എന്താ പറയാ എന്റെ ഹൃദയത്തിന് വരുന്ന വേർഡ്സ് ആണ് ഇത് തീർച്ചയായിട്ടും കേട്ടോ. എനിക്ക് എന്റെ ചിന്ത അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഇന്ന് വരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. നല്ല ഗ്രോത്ത് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ എല്ലാവരും ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് പോകുന്നുണ്ട്. ഇത് ആരെങ്കിലും പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള ബിസിനസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും അതും ഭാഗ്യം തന്നെയാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്നെ ഒറ്റക്കാക്കിയിരുന്നു. കുറെ പേര് വന്നിട്ട് ഒരു ദിവസം എന്നെ ഒറ്റക്കാക്കി, എല്ലാവരും കൂടി പോയി. പക്ഷേ ഷാജി സാർ പറഞ്ഞിരുന്നു, നിന്നെ ഒറ്റക്കാക്കി നീ പഠിക്കാനുള്ളത് വേണ്ടിയിട്ടാണ് സുരേഷ്. നീ പഠിക്കാനുണ്ട് സുരേഷ് അല്ലെ? പിന്നെ സുരേഷ് ഒരുപാട് പഠിക്കാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് ആ പോസിറ്റീവ് ആൻസർ തന്നതുകൊണ്ട് അദ്ദേഹം, സുരേഷ് അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ പോയതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. സുരേഷ് പഠിക്കാനുണ്ട് അവിടെ, സുരേഷ് പഠിക്കണം. ഞാൻ പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തപ്പോഴേക്കും വീണ്ടും എനിക്ക് അതിനേക്കാളും വലിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറെ ടൈം നിങ്ങളെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പിന്നെ ഈ ബിസിനസ് സക്സസ് ആവാൻ പറ്റും എന്ന് ഞാൻ 100% പറയുന്നു. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ, നല്ലൊരു ബിസിനസ് പിന്നെ ഗ്രോത്തിലോട്ട് പോകാൻ പറ്റട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കൊണ്ട് ഞാൻ പിന്നെ മൈക്ക് ബാക്ക് ടു MC ഭീമ മാഡം. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ക്ലോസ് സെഷൻ സുരേഷ് സാർ അവതരിപ്പിച്ചു. അതിനുള്ള നന്ദി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. കാരണം കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയാതെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് പ്രയോജനപ്പെടുന്ന ഏതൊരാൾക്കും സക്സസിലോട്ട് എത്താൻ പറ്റുന്ന ഒരു വലിയൊരു അവസരത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ലോകം മുഴുവൻ കെട്ടിപ്പടുക്കാമെന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമകളാക്കി മാറുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? യാതൊരു ഹെൽത്ത് പ്രോബ്ലം ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ദീർഘായുസ്സോടെ നമ്മുടെ ഫാമിലിയും മൊത്തം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിലൊരു റിച്ചും ഫേമസും ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കയ്യിൽ കിട്ടിയ ഒരു സുവർണ അവസരത്തെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. ഇവിടെ നഷ്ടപ്പെടുത്താതെ ഒന്നും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ പാഴാക്കി കളയുന്ന കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ലൈഫിൽ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും കടന്നു
വന്നിരിക്കുന്നത്. ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ചുമാണ് വളരെ വ്യക്തമായിട്ട് സുരേഷ് സാറും അതുപോലെ തന്നെ വിനോദ് സാറും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മളെ കൂടെ വരുന്നവരെ നമ്മൾ ഉയർത്തിയാൽ മാത്രമേ നമ്മൾക്കൂടെ ഉയരാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ അപ്ലൈൻ തീർത്തും നിങ്ങളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിങ്ങളെ ഒരുപാട് പേര് ചവിട്ടിത്താഴ്ത്താനും കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും നിയന്ത്രിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നേടിത്തരാനായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ അംഗീകാരങ്ങൾ കൊണ്ട് നേടിത്തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് എത്തിച്ചു തരാൻ വിന്നിംഗ് ടീമും അതുപോലെ തന്നെ വെസ്റ്റീജ് കമ്പനിയും നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തികളും എല്ലാം കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മളൊരു ഐക്യതയോടുകൂടി ഒരു കൂട്ടായ്മയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 12 വയസ്സായ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ലൈഫിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ അവസരമാണ്. ഇവിടെ യാതൊരു ഏജ് ലിമിറ്റും ഇല്ല, സൗന്ദര്യം പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, യാതൊരുവിധ ക്വാളിഫിക്കേഷനും വേണ്ട. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ബിഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരത്തെ മാക്സിമം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസിന്റെ സ്പീഡ് നിങ്ങൾ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വലിയ വലിയ സക്സസ് നേടാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം കുറെ സമയം അതിക്രമിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ഒരു MC ചെയ്യാൻ എനിക്ക് അവസരം തന്ന ഷാജി സാറിനും അതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ട എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് മനോഹരമായ പ്ലാൻ പ്രസന്റ് ചെയ്ത ഷാജി സാറിനും അതുപോലെ വിനോദ് സാറിനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്തു തന്ന സുരേഷ് സാറിനും ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്.